ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഹെൽത്ത് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാണ്. അപ്രോച്ചസ് ടു ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലേ, പ്രധാനപ്പെട്ട 4 അപ്രോച്ചുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 4 അപ്രോച്ചുമായി ബന്ധപ്പെടുത്തി ചോദ്യം മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പക്ഷേ നമ്മൾ ഈ ഏരിയ കവർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ആ സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ചധികം നമുക്ക് കെ പാർക്കിൽ ഇങ്ങനെ വളരെ വാരി വലിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോ മീനിങ്ങും അല്ലെങ്കിൽ ഓരോ പോയിന്റ് എന്താണ് അർത്ഥമാക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ആ ആശയങ്ങൾ എങ്ങനെ പതിയും അല്ലേ, പതിഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം അറിയാതെ നിങ്ങളുടെ നാവിൻ്റെ തുമ്പിലേക്ക് ഉത്തരം വരും. ആ രീതിയിലായിരിക്കും നമുക്ക് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ DND മോഡ് ഓൺ ആക്കിയിട്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കാം. ഇന്ന് അപ്രോച്ചസ് ഹെൽത്ത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. മക്കൾ 2021 വന്ന ക്വസ്റ്റ്യൻ ആണ്. പബ്ലിക് ഹെൽത്ത് ആക്ട് ഈസ് ഡാഷ് അപ്രോച്ച് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അതായത് ഹെൽത്ത് എഡ്യൂക്കേഷനിലെ ഏത് അപ്രോച്ചാണ് പബ്ലിക് ഹെൽത്ത് ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ചോദ്യം വന്നിട്ടുള്ളത്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് എന്താണ്, 2021 തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് CHEB അല്ലേ, CHEB എന്ന് പറയുന്ന ആ ഒരു അബ്രീവിയേഷനെ ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ അവസാനം പറയും. അപ്പോൾ നമ്മൾ നോക്കുന്ന അപ്രോച്ചസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നോക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും 4 അപ്രോച്ചുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നെന്താണ് റെഗുലേറ്ററി അപ്രോച്ച് അല്ലെങ്കിൽ മാനേജ്ഡ് പ്രിവെൻഷൻ എന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ ലീഗൽ അപ്രോച്ച് എന്നൊക്കെ പറയാം അല്ലേ. നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് എന്തായാലും നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തേ മതിയാകത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ആൾക്കാരുടെ ബിഹേവിയറിൽ അടിസ്ഥാനപരമായ മാറ്റം കൊണ്ടുവരികയും ഓവറാൾ നമ്മുടെ നാട്ടിൻ്റെ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ഉയർത്താനൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ നിർബന്ധമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇംപ്ലിമെൻറ്റ് ചെയ്താലേ മതിയാകത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 4 വ്യത്യസ്തമായ അപ്രോച്ചുകളാണ്. ഒന്നെന്താണ് റെഗുലേറ്ററി അപ്രോച്ച്, എന്താണ് നിയമം മൂലം ഹെൽത്ത് എഡ്യൂക്കേഷൻ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്, അതുപോലെ മെച്ചങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ സർവീസ് അപ്രോച്ച്, സേവനമായിട്ട് ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഡയറക്റ്റ് എഡ്യൂക്കേഷൻ അപ്രോച്ച്, അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച്. ഇങ്ങനെ മൊത്തം 4 അപ്രോച്ചുകളാണുള്ളത്. 4 അപ്രോച്ചുകളും എന്താണ് എന്നും അതിൻ്റെ വ്യത്യാസം എന്താണെന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ റെഗുലേറ്ററി അപ്രോച്ച് അല്ലെങ്കിൽ മാനേജ്ഡ് പ്രിവെൻഷൻ അപ്രോച്ച് അല്ലെങ്കിൽ ലീഗൽ അപ്രോച്ച് എന്നെല്ലാം പറയുന്നതാണ് റെഗുലേറ്ററി അപ്രോച്ചാണ് അല്ലേ. നിയമപരമായിട്ട് ഒരു കാര്യം ഒരു കൊയേഴ്സീവായിട്ട് നമ്മൾ ഇത്രയേ ഉള്ളൂ, എന്താണ് യൂസിങ് ഫോഴ്സ് ടു ഇംപ്ലിമെന്റ് സച്ച് തിങ്സ്. അതായത് നമുക്കൊരാൾ ഒരു കാര്യം ചെയ്യാൻ വില്ലിങ് അല്ല എന്നുണ്ടെങ്കിൽ അവനെ നിയമം മൂലമോ അല്ലെങ്കിൽ ശിക്ഷ പണിഷ്മെന്റ് മൂലമോ നിർബന്ധിക്കുക, അങ്ങനെ ചെയ്തേ മതിയാകുള്ളൂ എന്ന് നിർബന്ധിക്കുക. ഇതാണ് കൊയേഴ്സീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അപ്രോച്ചാണ് റെഗുലേറ്ററി അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഉദാഹരണം നിങ്ങളിത് കണ്ടു കാണാം. എന്താണ് പുകയില രഹിത സ്ഥലം, ഇവിടെ പുകവലി ശിക്ഷാർഹമെന്ന് നിങ്ങൾ പല സ്ഥലങ്ങളിൽ ഉണ്ടാകും. ഇത് കോപ്റ്റ ആക്ട് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ബോർഡുകൾ നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ ഇതിന് മറ്റൊരു ഉദാഹരണമാണ് മെഡിക്കൽ ടെർമിനേഷൻ പ്രഗ്നൻസിൽ MTP ആക്ട് എന്ന് പറയുമ്പോഴത്തേക്കും. നമ്മുടെ നാട്ടിലെ ശിശുഹത്യ അല്ലെ, ശിശു ഭ്രൂണഹത്യ വളരെയധികം കൂടുതലായിരുന്ന സമയത്ത് കൊണ്ടുവന്നൊരു ആക്റ്റാണ്. ഈ ആക്ട് 1971 ആക്ട് എന്നാണ് അറിയപ്പെടുന്നത്. 1971 ആക്ട് ആണ്. ഇപ്പോൾ 2021 ഏറ്റവും ലേറ്റസ്റ്റ് അമെൻമെന്റ് വന്നിരിക്കുന്നത് കേട്ടോ. 2021 ഏറ്റവും ലേറ്റസ്റ്റ് അമെൻമെന്റ് നമുക്ക് ഈ ഒരു മേഖലയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അപ്രോച്ചുകൾ ഹെൽത്ത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ആൾക്കാരെ ഈ രീതിയിൽ കൊണ്ടുപോകണമെന്നും അതുമായിട്ട് ബന്ധപ്പെടുത്തി മുന്നോട്ട് വന്നിട്ടുള്ള ഒരുപാട് ആക്ടുകളുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ലീഗൽ അപ്രോച്ച് അല്ലെങ്കിൽ റെഗുലേറ്ററി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. Regulation in the context of health education may be defined as any government intervention, direct or indirect, designed to alter human behavior. അല്ലേ, എഡ്യൂക്കേഷൻ്റെ ഉദ്ദേശം തന്നെ എന്താ മക്കളെ, ആൾട്ടർ ഹ്യൂമൻ ബിഹേവിയർ ആണ് അല്ലേ. മനുഷ്യൻ്റെ ബിഹേവിയർ സ്വഭാവത്തിൽ വ്യത്യാസം കൊണ്ടുവരിക, അവൻ്റെ രീതികളിൽ വ്യത്യാസം കൊണ്ടുവരിക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അത് വാട്ടെവർ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും മറ്റേത് തരത്തിലുള്ള എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും മൊത്തത്തിലൊരു ബിഹേവിയറൽ ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, എന്താ റെഗുലേഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് എനി ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ അല്ലേ. ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ള എന്ത് ഇൻ്റർവെൻഷൻ ആകട്ടെ, അത് നേരിട്ടായിരിക്കാം അല്ലെങ്കിൽ നേരിട്ടല്ലാതെ ആയിരിക്കാം അല്ലേ. ഉദാഹരണത്തിന് നിലവിൽ പബ്ലിക് ആയിട്ടുള്ള പ്ലേസിൽ പുകവലിച്ചാൽ അത് ശിക്ഷാർഹമാണ് അല്ലേ. കോപ്റ്റ ആക്ട് പ്രകാരം അത് നിരോധിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പെനാൽറ്റി ഉണ്ട്. അപ്പോൾ അതൊരു ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ആണ് അല്ലേ. അതൊരു ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ ആണ്. ഹ്യൂമൻ്റെ ബിഹേവിയറിൽ വ്യത്യാസം കൊണ്ടുവരാൻ, പൊതുസ്ഥലത്ത് പരസ്യമായി പുകവലിക്കുന്നതിൽ നിന്നും ആൾക്കാരെ വിലക്കുക അല്ലേ, അങ്ങനെയുള്ള ബിഹേവിയറിൽ വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്റ്റ് ഗവൺമെന്റൽ ഇന്റർവെൻഷൻ ഉദാഹരണമാണ് കോപ്റ്റ ആക്ട് എന്ന് പറയുന്നത്.
ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് നോക്കാം, ഒന്നുകൂടെ നോക്കാം. റെഗുലേഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എനി ഗവൺമെന്റൽ ഇന്റർവെൻഷൻ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഡിസൈൻ ടു ആൾട്ടർ ഹ്യൂമൻ ബിഹേവിയർ. മനസ്സിലാക്കി വെക്കുക. അതുപോലെ ദ coercive or regulatory approach seeks change in health behavior and improvement in health through a variety of external control laws placed on people. അല്ലേ? എത്രയേ ഉള്ളൂ, പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറഞ്ഞേക്കുന്നേ ഉള്ളൂ. എന്താണ് കൊയേസീവ് അല്ലെങ്കിൽ റെഗുലേറ്ററി അപ്രോച്ച്? എന്താണ് ഈ കൊയേസീവ് അല്ലെങ്കിൽ റെഗുലേറ്ററി അപ്രോച്ച്? എന്താണ് അന്വേഷിക്കുന്നത്? ആൾക്കാരിൽ വ്യത്യാസം കൊണ്ടുവരിക, അല്ലെ? ഇത്തരത്തിലുള്ള നിയമങ്ങൾ ആൾക്കാരിലേക്ക് ചുമത്തുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസം, അവരുടെ ബിഹേവിയറിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണം നോക്കാം, PH ആക്ട് അല്ലെ, പബ്ലിക് ഹെൽത്ത് ആക്ട്, അതുപോലെ കോട്ട്പ ആക്ട്. എന്താണ് കോട്ട്പ? സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട്. ഇത് വന്ന 2003 വന്നാട്ടെ, 2003. ഈ ആക്ടിന്റെ വന്നതിന്റെ ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പണ്ടാണെന്നുണ്ടെങ്കിൽ സിഗരറ്റിന്റെ പരസ്യമൊക്കെ ഉണ്ടായിരുന്നു 2003 മുന്നേ വരെ. അവസാനത്തെ പുകവര നിറവാർന്ന അനുഭൂതി എന്നൊക്കെ പറഞ്ഞ് പരസ്യമൊക്കെ ഉണ്ടായിരുന്നു. ആ പരസ്യങ്ങൾ നിരോധിച്ചു. അതുപോലെ 18 വയസ്സിൽ താഴെയുള്ള വ്യക്തിക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചു. അതുപോലെ പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പുകവലിക്കുന്നത് നിരോധിച്ചു. പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടാൽ നമുക്കറിയാം, ഓഫീസിനകത്തൊക്കെ ഇരുന്ന ആൾക്കാർ പുകവലിക്കുന്നതും അതുപോലെ പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ പുകവലിക്കുന്നത്, അല്ലേ? 2003 മുന്നേ ഉള്ള സിനിമകളിലാണ് കൂടുതൽ അങ്ങനെ ഉള്ളത്. ഇപ്പോഴും സിനിമകളിലുണ്ടായിരിക്കും, പക്ഷേ ഇപ്പോൾ പബ്ലിക്കായിട്ടൊന്ന് പുകവലിച്ചാൽ പണി കിട്ടാൻ സാധ്യത ഉണ്ട്, അല്ലേ? അതുപോലെ പിന്നെ നമ്മുടെ വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് 2003 ഈ ആക്ട് പ്രകാരം നിരോധിച്ച ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, അല്ലേ? അതുപോലെ പൊല്യൂഷൻ ആക്ട്, അതുപോലെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിലെ MTP ആക്ട്. നേരത്തെ പറഞ്ഞു 971 ആക്ട് എന്നാണ് ഈ പറഞ്ഞ MTP ആക്ട് അറിയപ്പെടുന്നത്. 2021 ഏറ്റവും അവസാനം ഇതിൽ അമെൻമെന്റ് വന്നിട്ടുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻറ്റ് ആക്ട്, അല്ലേ? ശൈശവ വിവാഹം നിരോധിച്ചുകൊണ്ടുള്ള ഒരു ആക്ട് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതുപോലെ യൂസ് ഓഫ് കമ്പൾസറി സീറ്റ് ബെൽറ്റ്സ് ഇൻ വെസ്റ്റേൺ കൺട്രീസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്കും സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യൽ കമ്പൾസറി ആണ്. അതുപോലെ നമ്മുടെ ഹെൽമെറ്റ് ധരിക്കുന്നത് കമ്പൾസറി ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കമ്പൾസറി ആണ് നമ്മുടെ രാജ്യത്തും, അല്ലേ? ഇതെല്ലാം റെഗുലേറ്ററി അപ്രോച്ചിന് ഉദാഹരണമാണ്. ഇപ്പോൾ നമുക്കറിയാം, നേരത്തെയുള്ള ക്വസ്റ്റിന്റെ ഉത്തരം എന്താണ്? റെഗുലേറ്ററി അപ്രോച്ച്, അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഈ നിയമം PH ആക്ട് ഏത് അപ്രോച്ച്, ഹെൽത്ത് എഡ്യൂക്കേഷനിലെ ഏത് അപ്രോച്ചുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? അപ്പോൾ ഈ ഉദാഹരണം വെച്ചാണ് ക്വസ്റ്റ്യൻ വന്നത്. നോക്കൂ, ഡയറക്റ്റ് മക്കളെ പുസ്തകത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ റെഗുലേറ്ററി അപ്രോച്ച് എന്താണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ മാനേജർ പ്രിവെൻഷൻ എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ വരിക, അല്ലെങ്കിൽ ലീഗൽ അപ്രോച്ച് എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ വരിക. ഇത് 3 വന്നാലും ഒരു സാധനമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ നമുക്ക് ഈ ഒരു അപ്രോച്ചിന് കുറേ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ദ ലെജിസ്ലേറ്റീവ് അപ്രോച്ച് മേ സീം ടു ബി സിംപ്ലസ്റ്റ് ആൻഡ് ക്വിക്കസ്റ്റ് വേ ടു ഇംപ്രൂവ് ഹെൽത്ത് ഓർ ബ്രിങ് അബൌട്ട് ഡിസൈർഡ് ചേഞ്ചസ് ഇൻ സൊസൈറ്റി, അല്ലേ? സൊസൈറ്റിയിൽ നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും ക്വിക്കായിട്ടുള്ള വഴിയാണത് ലെജിസ്ലേറ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക്. ഒരു സാധനം നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആർക്ക്, നമ്മുടെ പോലീസിന് കയറി റെയ്ഡ് നടത്താനല്ലേ, അല്ലേ? നടത്തിക്കൂടെ? ഇപ്പൊ തന്നെ നമുക്ക് സിഗരറ്റും ബീഡി അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഒഴികെയുള്ള മറ്റ് പല ഉൽപ്പന്നങ്ങളും നിയമം മൂലം കേരളത്തിൽ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളിൽ ഉറപ്പായിട്ടും പോലീസ് റെയ്ഡ് നടത്താം, അല്ലേ? അത് നമുക്ക് നിരോധിക്കാനുള്ള ഒരു നടപടി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതൊരു സിംപ്ലസ്റ്റ് ആൻഡ് ക്വിക്കസ്റ്റ് വേ ആണ്, അല്ലേ? അപ്പോൾ ഒരു സിംപ്ലസ്റ്റ് ആൻഡ് ക്വിക്കസ്റ്റ് വേ ആണ് ടു ഇംപ്രൂവ് ഹെൽത്ത് ഓർ ബ്രിങ് അബൌട്ട് ഡിസൈഡ് ചേഞ്ചസ് ഇൻ സൊസൈറ്റി. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരാനും കൂടെ നമ്മളെ സഹായിക്കുന്ന ക്വിക്കസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് വേ എന്ന് ചോദിച്ചെന്ന് പറയാം. നമുക്ക് ലെജിസ്ലേറ്റീവ് അപ്രോച്ച് എന്ന് പറയാം, അല്ലേ? ലെജിസ്ലേറ്റീവ് അപ്രോച്ച് എന്ന് പറയാം. പെട്ടെന്നൊരു കാര്യം വ്യത്യാസം കൊണ്ടുവരണമെങ്കിൽ ലെജിസ്ലേറ്റീവ് അപ്രോച്ചാണ് നമ്മളെ അതിന് സഹായിക്കുക, അല്ലേ? അപ്പോൾ ഇത് വേണമെങ്കിൽ ചോദ്യമായിട്ട് ചോദിക്കാം, അല്ലേ? ഡാഷ് അപ്രോച്ച് മേ സീം ടു ബി സിംപ്ലസ്റ്റ് ആൻഡ് ക്വിക്കസ്റ്റ് വേ ടു ഇംപ്രൂവ് ഹെൽത്ത് ഓർ ബ്രിങ് അബൌട്ട് ഡിസൈഡ് ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം? ലെജിസ്ലേറ്റീവ് അപ്രോച്ച് ആണ്, അല്ലേ? ലെജിസ്ലേറ്റീവ് അപ്രോച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, കൃത്യമായിട്ടൊരു പോയിന്റ് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ നോക്കാം, ദർ മേ ആൾസോ ബി ഇമ്പോർട്ടൻറ്റ് ഫെയിലിയേഴ്സ് ഓഫ് ലാസ്. ഉദാഹരണം, പ്രൊഹിബിഷൻ ഓഫ് ആൽക്കഹോൾ. ഉദാഹരണത്തിന് നമുക്ക് ചാരായ നിരോധനം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അല്ലേ? ഒരിക്കൽ നമ്മുടെ ആന്റണി സർക്കാർ. ഈ ആന്റണി സർക്കാർ നമ്മുടെ ചാരായ നിരോധനം കൊണ്ടുവന്നതിന് ശേഷം അത് ഫെയിലിയർ ആയിപ്പോയി. എന്തുകൊണ്ടാണ് ഫെയിലിയർ ആയിപ്പോയത്? ചാരായം എന്ന് പറയുന്ന സാധനം, അതായത് നമ്മുടെ ആ സമയത്ത് എന്ത് സംഭവിച്ചു? ഒരുപാട് കള്ളവാറ്റ് കേന്ദ്രങ്ങൾ ഉണ്ടായി, അല്ലേ? അതായത് ഒരുപക്ഷെ നമുക്ക് നിയമം മൂലം അമർച്ച ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കള്ളവാറ്റും കള്ളക്കടത്തും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം എന്താ സംഭവിച്ചേ? വിദേശ മദ്യശാലകൾ കൊണ്ടുവന്നു നമ്മുടെ നാട്ടിലേക്ക്, അല്ലേ? വിദേശ മദ്യശാലകൾ കൊണ്ടുവന്നു. അതിനു മുന്നേ വിദേശ മദ്യശാലകൾ വരുന്നതിന് മുന്നേ എന്തുണ്ടായിരുന്നേ? ചാരായം എന്ന് പറയുന്ന സാധനം, അല്ലേ? നമ്മുടെ നാട്ടിൽ വാറ്റുന്ന അങ്ങനെ ഒരു സാധനമാണ് നമ്മുടെ ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് ലഹരിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ വിദേശ മദ്യശാലകൾ അല്ലെങ്കിൽ വിദേശ മദ്യം എന്ന പേരിൽ നമ്മുടെ നാടൻ മദ്യം കുപ്പിയിലാക്കി സർക്കാർ വിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ആൽക്കഹോൾ പ്രൊഹിബിഷനൊക്കെ
ഫെയിലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫെയിലിയറും എന്താണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ദ റീസൺ ഫോർ ദ ഫെയിലിയർ ഓഫ് ദ കൊയേഴ്സീവ് അപ്രോച്ച് ആർ നോട്ട് ഫാർ ടു സീക്ക്. നമ്മൾ അതിൻ്റെ റീസൺസ് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. നോക്കാം. ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ദ കാസ് ഓഫ് ഡിസീസ്, അതായത് മെഡിക്കൽ ആവട്ടെ അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള കാരണമാകട്ടെ, ഒരിക്കലും നമുക്ക് നിയമം മൂലം ഇറാഡിക്കേറ്റ് ചെയ്തെടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്കിവിടെ പഠിച്ചിരിക്കേണ്ട പോയിന്റ് എന്താണ്? ദ ക്വിക്കസ്റ്റ് ആൻഡ് ദ സിംപ്ലസ്റ്റ് വേ ടു ഇംപ്രൂവ് ഹെൽത്ത് ഓർ ബ്രിങ് അബൌട്ട് ഡിസൈഡ് ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലെജിസ്ലേറ്റീവ് അപ്രോച്ച് ആണ്. ഏതാണ്? ലെജിസ്ലേറ്റീവ് അപ്രോച്ച് ആണ്. അപ്പോൾ നോക്കാം, ഇനിയും നമുക്ക് ലെജിസ്ലേറ്റീവ് അപ്രോച്ചിന് കുറച്ചധികം ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അറ്റ് ദ മോസ്റ്റ് ഗവൺമെന്റ് ക്യാൻ മേക്ക് ലോസ് ടു പ്രിവെന്റ് എ പേഴ്സൺ സ്പ്രെഡിങ് ഡിസീസ് ഇൻ ഹിസ് കമ്മ്യൂണിറ്റി. കണ്ടോ, നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു സിനാറിയോ നമ്മൾ കണ്ടു കഴിഞ്ഞ ആൾക്കാരാണ്. 2020 അല്ലെങ്കിൽ 2019 അവസാനത്തോടു കൂടി എന്ത് വന്നു? നമ്മുടെ കോവിഡ് വന്നു അല്ലേ? കോവിഡ് വന്ന സമയത്ത് നിയമം മൂലം ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു നമ്മുടെ സർക്കാർ. എന്ത് ചെയ്തു? ഒരു കല്യാണത്തിന് ഇത്ര ആൾക്കാർ മാത്രമേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കല്യാണങ്ങൾ നടത്താൻ പാടില്ല എന്ന് ആദ്യം നിയമം വന്നു അല്ലേ? അല്ലെങ്കിൽ എന്താണ്, ആൾക്കാർ പുറത്ത് കണ്ടെയ്ൻമെന്റ് സോണിന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് നിയമം വന്നു. അതുപോലെ ജില്ല വിട്ട് പുറത്ത് പോകാൻ പാടില്ല എന്ന് നിയമം വന്നു. അങ്ങനെ ഒക്കെ നിയമം വന്നു. അപ്പൊ നോക്ക് എന്താണ്? അറ്റ് ദ മോസ്റ്റ് എന്താ ചെയ്യാൻ പറ്റുക? ഗവൺമെന്റ് ക്യാൻ മേക്ക് ലോസ് ടു പ്രിവെന്റ് എ പേഴ്സൺ സ്പ്രെഡിങ് ഡിസീസ് ഇൻ ഹിസ് കമ്മ്യൂണിറ്റി. ആസ് ഫോർ എക്സാമ്പിൾ വാക്സിനേഷൻ ആൻഡ് എമർജൻസി അല്ലേ? നമുക്ക് കോവിഡിന്റെ സമയത്ത് വാക്സിനേഷനും എന്തായിരുന്നു? ഒരു എമർജൻസി ആയിരുന്നു. ആ സമയത്ത് വാക്സിൻ അവൈലബിൾ ആയി കഴിഞ്ഞാൽ നിയമം മൂലം നിർബന്ധമായിട്ടും എല്ലാവരും വാക്സിനേഷൻ എടുത്തിരിക്കണം എന്ന് സർക്കാരിന് പറയാനുള്ള ഒരു ആർജവും ആ സമയത്ത് ഉണ്ടായി എന്നുള്ളതാണ്. അതും എന്താണ്? ഈ പറഞ്ഞ റെഗുലേറ്ററി അപ്രോച്ചിൽ വരുന്ന കാര്യമാണ്. റെഗുലേറ്ററി അപ്രോച്ചിന്റെ ഒരു ഗുണമാണ്. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് വാക്സിൻ കോവിഡ് ഉണ്ട്, കുഴപ്പമില്ല, വാക്സിൻ വന്നിട്ടുണ്ട്, വേണമെന്നുള്ളവർ പോയി എടുത്തോ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവന് മാത്രമുള്ള കുഴപ്പം, അവനൊരു ക്യാരിയറായിട്ട് ആ കമ്മ്യൂണിറ്റി തന്നെ ബാധിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അവിടെ ഒരു കൊയേഴ്സീവ് അപ്രോച്ച് കൊണ്ടുവരേണ്ടി വരും സർക്കാരിനല്ലേ? നോക്കാം, മറ്റൊരു സ്ഥലത്ത് ഈ ഒരു സംഗതി പരാജയപ്പെടുന്നതെന്ന് വെച്ചാൽ ഏരിയാസ് ഇൻവോൾവിംഗ് പേഴ്സണൽ ചോയ്സ്. ഉദാഹരണം, സ്മോക്കിങ്ങും എക്സസൈസും ഡയറ്റും എല്ലാം ഒരാളുടെ ചോയ്സ് ആണല്ലേ? അപ്പോൾ നമുക്ക് സർക്കാരിന് പറയാൻ പറ്റില്ല എന്ത് നിർബന്ധമായിട്ട് നീ ഇത്ര നേരം എന്ത് ചെയ്യണം? വ്യായാമം ചെയ്തിരിക്കണം. വ്യായാമം ചെയ്താൽ എന്ത് അസുഖങ്ങൾ ഉണ്ടാവില്ല അല്ലേ? അതുപോലെ സ്മോക്കിംഗ് ചെയ്തില്ലെങ്കിൽ അസുഖങ്ങൾ കുറയാൻ പറ്റും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ ഒരു മേഖലയിൽ. അതെല്ലാം പേഴ്സണൽ ചോയ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ കൊയേഴ്സീവ് അപ്രോച്ച് അല്ലെങ്കിൽ റെഗുലേറ്ററി അപ്രോച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഹൗവർ ലോസ് മേ ബി യൂസ്ഫുൾ ഇൻ ടൈംസ് ഓഫ് എമർജൻസി ഓർ ഇൻ ലിമിറ്റഡ് സിറ്റുവേഷൻസ് സച്ച് ആസ് കൺട്രോൾ ഓഫ് ആൻ എപ്പിഡമിക് ഡിസീസ് ഓർ മാനേജ്മെന്റ് ഓഫ് ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽസ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഫെസ്റ്റിവലുകൾ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള ഏതെങ്കിലും പാൻഡമിക് സിറ്റുവേഷനിലോ എപ്പിഡമിക് സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ അപ്രോച്ച് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോവിഡിൻ്റെ സമയം തന്നെ നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? നമ്മൾ ഒന്നുകൂടെ നമുക്ക് നോക്കിപ്പോകാം മക്കളെ, നോക്കിപ്പോകാം. അപ്പോൾ ലെജിസ്ലേറ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? റെഗുലേഷൻ എന്താണ് ഡിഫൈൻ ചെയ്തു, അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി, നിയമം മൂലം ആൾക്കാരുടെ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണെന്ന് മനസ്സിലാക്കി. അതുപോലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് ക്വിക്കസ്റ്റ് വേ ഏതാണെന്ന് ലെജിസ്ലേറ്റീവ് അപ്രോച്ച് ആണെന്ന് മനസ്സിലാക്കി അല്ലേ? ഓക്കെ. അപ്പോൾ അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? നമുക്ക് ഈ പറഞ്ഞ ഒരു അഡ്വാൻറ്റേജ് അല്ലേ ഗവൺമെന്റിനെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപക്ഷെ എമർജൻസി വാക്സിനേഷനൊക്കെ നമുക്ക് നിയമം മൂലം നടപ്പിലാക്കാൻ പറ്റും. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പേഴ്സണൽ ചോയ്സ് വരുന്ന കാര്യങ്ങളിൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റെഗുലേറ്ററി അപ്രോച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഈവൻ കേസസ് വെയർ ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദ ഗവൺമെന്റ് ടു മേക്ക് ലോസ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസസ്. അതായത് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഉദാഹരണം എയ്ഡ്സ് പോലുള്ള അസുഖങ്ങളുടെയൊക്കെ സ്പ്രെഡ് തടയുന്ന കാര്യത്തിൽ അത് നമ്മുടെ സർക്കാരിന് ഡ്യൂട്ടി ആയിട്ട് വരികയാണ് അല്ലേ? ആ ഒരു മേഖലയിൽ എന്ത് ചെയ്യുന്നത്? നിയമനിർമ്മാണം നടത്തുക എന്നുള്ളത് ഗവൺമെന്റ് ഡ്യൂട്ടി ആയിട്ട് വരും. അതുപോലെ ഇത് കൃത്യമായി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നിയമനിർമ്മാണം അവിടെ നടക്കും അല്ലെ? കൃത്യമായി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? വാസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫ്രാസ്ട്രക്ചറും കൺസിഡറബിൾ എക്സ്പെൻഡിച്ചറും ആവശ്യമായിട്ട് വരികയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് റെഗുലേറ്ററി അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അല്ലേ? ഓക്കെ. ഇനി സർവീസ് അപ്രോച്ച് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അപ്രോച്ച് എന്ന് പറയാം. സർവീസ് അപ്രോച്ച് അല്ലെങ്കിൽ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രോച്ച്, സേവനപരമായിട്ടുള്ള ഒരു അപ്രോച്ച്. എന്ത്? ഹെൽത്ത് എഡ്യൂക്കേഷനിൽ നോക്കാം. ദിസ് അപ്രോച്ച് ഇന്റൻസ് ടു പ്രൊവൈഡ് ഓൾ ദ ഹെൽത്ത് ഫെസിലിറ്റീസ് ടു പീപ്പിൾ വിത്ത് ദ ഹോപ്പ് ദാറ്റ് ദേ വിൽ യൂസ് ഇറ്റ്. അതായത് നമുക്ക് മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കൊടുക്കുക, അവരത് ഉപയോഗിക്കുമെന്ന ഒരു പരിഗണനയിൽ കൊടുക്കുക എന്നുള്ളതാണ് സർവീസ് അപ്രോച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഉദാഹരണത്തിന് നമ്മുടെ ലാട്രിൻസ്, ഫ്രീ ലാട്രിൻസ് കൊടുക്കുന്ന ഒരു പരിപാടി, അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. നോക്കാം. ദിസ് അപ്രോച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബേസിക് ഹെൽത്ത് സർവീസ് ഇൻ 1960s. 1960s എന്ത് നമ്മുടെ ഈ അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ സർവീസ് അപ്രോച്ച് ഇൻ ടേംസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ എന്ന് ചോദിച്ചാൽ എന്താണ്?
1960s അല്ലേ, 1960s ചോദ്യം ഇവിടെ കിടപ്പുണ്ട്, ഉത്തരം ഇവിടെ കിടപ്പുണ്ട്. ദിസ് എയിംഡ് അറ്റ് പ്രൊവൈഡിങ് ഓൾ ദ സർവീസസ് അറ്റ് പീപ്പിൾസ് ഡോർ സ്റ്റെപ്പ്. ആൾക്കാരുടെ വീട്ടുമുറ്റത്തല്ലേ, വീട്ടിലല്ലെങ്കിൽ നമ്മുടെ എന്താണ് വാതിലിൽ കൊണ്ട് നമ്മുടെ സർവീസുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു എയിം ഉണ്ടായിരുന്നത്. അതുപോലെ ഇറ്റ് ബിക്കംസ് എ ഫെയിലിയർ ഇഫ് ദ സർവീസ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ ഫെൽറ്റ് നീഡ്സ് ഓഫ് ദ പീപ്പിൾ ഈവൻ ഇറ്റ് ഈസ് ഗിവൺ അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഇത് നമ്മൾ ഈ ഒരു സർവീസ് അപ്രോച്ച് വഴി നമ്മൾ കൊടുക്കുന്ന സാധനം ഫ്രീ ഓഫ് കോസ്റ്റ് ആണെങ്കിൽ കൂടിയും അവനെ സംബന്ധിച്ച് അവനത് അത്യാവശ്യമാണെന്ന് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ അവനത് ഉപയോഗിക്കില്ല. ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ മാലാഡി എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പണ്ട് കാലത്ത്, മലാഡി. അപ്പോൾ പണ്ട് കൊച്ചിലേക്ക് നമ്മൾ പറയുമ്പോഴത്തേക്കും മലടി മൂത്തമ്മ എന്ന് പറയും. അവർ കുഞ്ഞുങ്ങളുണ്ടാകുന്ന ആൾക്കാരെ മലടി എന്ന് വിളിക്കും. അത് ഈ മാലാഡി എന്ന് പറയുന്ന ആ ഒരു മെഡിസിനെ എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ കുടുംബാസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായി വന്നൊരു സംസാരമൊക്കെയാണത്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ല, നമ്മൾ കുഞ്ഞുനാളിൽ നമ്മുടെ അപ്പനും അപ്പൂമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അതായത് അനിയന്ത്രിതമായിട്ട് കുട്ടികളല്ലേ 8ഉം 10ഉം കുട്ടികളൊക്കെ ഉള്ള സമയത്താണ് ഈ ഒരു അപ്രോച്ച് കൊണ്ടുവരുന്നത്. പക്ഷേ അന്ന് ആൾക്കാരത് പൊതുവേ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്കത് ആവശ്യമായിട്ട് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല അല്ലേ. എന്താണ്, ഇറ്റ് ബിക്കംസ് എ ഫെയിലിയർ ഇഫ് ദ സർവീസ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ ഫെൽറ്റ് നീഡ്സ്. അവന് ആവശ്യമാണെന്ന് തോന്നണം അല്ലേ, ഈ ഒരു കാര്യം ഉപയോഗിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ അവനത് ഫ്രീ ആയിട്ട് കൊടുത്താൽ പോലും ഈ സർവീസ് അപ്രോച്ചിൽ അവനത് ഉപയോഗിക്കില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ മറ്റൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വെൻ വാട്ടർ സിൽ ലാട്രിൻസ് വെയർ പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെന്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. എപ്പോൾ ഇത് സംഭവിച്ചു അല്ലേ, മെനി പീപ്പിൾ ഇൻ ദ റൂറൽ ഏരിയാസ് ഡിഡ്ന്റ് മേക്ക് യൂസ് ഓഫ് ദം ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ദെയർ ഹാബിറ്റ് ടു യൂസ് ലാട്രിൻസ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ ലാട്രിൻസ് നമുക്ക് ഈ പറഞ്ഞ പോലെ സർവീസ് അപ്രോച്ചിന്റെ ഭാഗമായിട്ട് കൊടുത്തപ്പോഴത്തേക്കും ആൾക്കാരത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ കൊച്ചുനാൾ കേട്ടിട്ടുണ്ട്. ഈ നമ്മുടെയൊക്കെ ലൈക്ക് ഒരു എന്താ പറയുക 80s അല്ലേ, 80s കിഡ്സ് അല്ല, ഇപ്പോൾ 80s തന്തോയ് ആൾക്കാരാണ്. 80siലുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ ഇത് ഓർമ്മയുണ്ടായിരിക്കും. നിങ്ങളുടെ സമയത്തായിരിക്കും ലാട്രിൻസ് നിലവിൽ വരുന്നത്. നമ്മുടെ സമയത്ത്, നമ്മുടെ കുഞ്ഞുനാളിലെ സമയത്ത് വീടുകളിൽ ശൗചാലയമുള്ള വീടുകൾ നമ്മുടെയൊക്കെ ഗ്രാമത്തിൽ ഒരു 10% താഴെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് വീടിനകത്ത് ശൗചാലയം നിർമ്മിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയെ സംബന്ധിച്ച് പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാലമൊക്കെ അന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെളിയിടത്തായിരുന്നു നമ്മൾ എന്തിരുന്നു, മലമൂത്ര വിസർജനം നമ്മൾ എല്ലാവരും അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് റൂറൽ ഏരിയാസിൽ ഈ ഒരു സംഗതി എന്താണ്, ലാട്രിൻസ്, വാട്ടർ സീൽഡ് ലാട്രിൻസ് പ്രൊവൈഡ് ചെയ്ത സമയത്ത് അവരത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ, അവർ ഫെൽറ്റ് നീഡ് ആയിരുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ആവശ്യമുള്ളൊരു കാര്യമായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല അല്ലേ. അതുകൊണ്ടാണ് അവരത് നിരസിച്ചത്. അപ്പോൾ ദ ലെസൺ ഈസ് സിമ്പിൾ. ദ പീപ്പിൾ വിൽ നോട്ട് ആക്സെപ്റ്റ് എ പ്രോഗ്രാം ഓർ സർവീസ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഓഫേർഡ് ഫ്രീ ഓഫ് കോസ്റ്റ് unless it is based on their felt needs അല്ലേ. അവൻ ആവശ്യമുള്ളതാണ് എന്നൊരു തോന്നൽ ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര വലിയ സർവീസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുത്താൽ പോലും അവനത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അവിടെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ചിന്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ ആദ്യം ഇത് ഫ്രീ ആയിട്ട് കൊടുത്തെങ്കിലും പിന്നെ ഇത് ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ, സ്വച്ഛ് ഭാരത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, സ്വച്ഛ് ഭാരത്. അപ്പോൾ നമുക്ക് സ്വച്ഛ് ശൗചാലയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശൗചാലയത്തെക്കുറിച്ചുള്ള പരസ്യം അല്ലേ നമ്മുടെ റേഡിയോയിൽ നിരന്തരം കേൾക്കാൻ തുടങ്ങിയിട്ട് 6-7 കൊല്ലം അല്ലെങ്കിൽ 8 കൊല്ലത്തോളം ആയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. പക്ഷേ ബേസിക്കലി നമ്മുടെ കേരളത്തിലൊക്കെ ഈ ഒരു അവയർനെസ് നേരത്തെ തന്നെ വരികയും സൗജന്യമായിട്ട് നമ്മുടെ പഞ്ചായത്തുകൾ വഴി ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച് വഴി ഇതിൻ്റെ ആവശ്യകത നമ്മുടെ നാട്ടുകാരെ എല്ലാം ധരിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്തു, ഈ കാര്യം നമ്മുടെ പഞ്ചായത്ത് വഴി കേരളത്തിൽ ഒരുപാട് ഗ്രാമങ്ങൾ സമ്പൂർണ്ണ വെളിയിട വിസർജനരഹിത ഗ്രാമങ്ങളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും നമ്മുടെ ഇന്ത്യയിലെ മറ്റ് ഇതര സ്റ്റേറ്റുകളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. തമിഴ്നാടിൻ്റെയൊക്കെ അവസ്ഥ നമുക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും. നമ്മുടെ ശബരിമല കാലത്തൊക്കെ അല്ലെ, ശബരിമല തീർത്ഥാടന കാലത്തൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഇപ്പോഴും. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ കാര്യം ഒരു ഫെൽറ്റ് നീഡായിട്ട് പലപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഒന്നൊരു പരസ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അത് അഭിമാനത്തോടെ പറയൂ നിങ്ങളുടെ വീട്ടിൽ ശൗചാലയം ഉണ്ടെന്നല്ലേ, അങ്ങനെ ഒരു പരസ്യമൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഹിന്ദിയുടെയൊക്കെ തർജ്ജമയാണ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച് കൊണ്ടുവന്നപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു, ആൾക്കാർ അത് സ്വീകരിക്കാൻ തുടങ്ങി അല്ലേ. ദിസ് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഹെൽത്ത് പ്രാക്ടീസസ്. ഹെൽത്ത് പ്രാക്ടീസിലെ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണ് എന്താ, ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച്. നേരത്തെ നമുക്ക് സർവീസ് അപ്രോച്ചായിട്ട് ഈ സാധനമെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് ഫെൽറ്റ് നീഡ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവനാ നീഡ് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ അപ്രോച്ച് വഴി, ഏത് വഴി, നമ്മുടെ റേഡിയോ വഴിയായാലും TV വഴിയായാലും ഒക്കെ സർക്കാർ അത്തരത്തിൽ എഡ്യൂക്കേഷൻ അപ്രോച്ച് നടത്തുന്നത്.
നടത്തിയത്. അപ്പോൾ നമുക്ക് മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആർ ദ മേജർ കമ്പോണൻസ് ഇൻ ദിസ് മെത്തേഡ്. എന്താ ഫസ്റ്റ് ഓഫ് ഓൾ മോട്ടിവേഷൻ കൊടുത്തു. എങ്ങനെയാണ് മോട്ടിവേഷൻ കൊടുത്തത്? നിങ്ങൾക്ക് ഈ പരസ്യം ഓർമ്മ ഉണ്ടായിരിക്കും. നമ്മുടെ കല്യാണം ആലോചിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഒരു വീട്ടിൽ അവിടെ ആ പെണ്ണ് ചോദിക്കും, ഇവിടെ ശൗചാലയം ഉണ്ടോ എന്ന് ചോദിക്കും. ശൗചാലയം ഇല്ലപ്പോഴും അപ്പം പോടാന്ന് പറയും അല്ലേ. അപ്പോൾ അത് കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാവർക്കും ഒരു ആവശ്യമായിട്ട് പിന്നെ തോന്നാൻ തുടങ്ങി, മോട്ടിവേഷൻ കിട്ടി അവന് ചെയ്യാനായിട്ടല്ലേ. അപ്പോൾ പിന്നെയുള്ള കാലത്ത് കല്യാണം കഴിക്കാൻ ഒരുത്തിന് പെണ്ണ് കെട്ടാൻ പോകണം എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ സ്വച്ഛമായിട്ടുള്ള ശൗചാലയം വേണമെന്നൊരു ആവശ്യം, ആ ഒരു മോട്ടിവേഷൻ ഉണ്ടായി. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്തത്? കമ്മ്യൂണിക്കേഷൻ നടത്തി അല്ലേ, സർക്കാർ കമ്മ്യൂണിക്കേഷൻ നടത്തി. അതിനുശേഷം ഡിസിഷൻ മേക്കിംഗ് അതിലേക്ക് എത്തിച്ചു അവനെ അല്ലേ, ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്തിച്ചു. ഇതാണ് പ്രധാനപ്പെട്ട 3 കമ്പോണൻസ്. എപ്പോഴും ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ഇതൊക്കെ തന്നെയാണ്. നോക്കാം. ദ റിസൾട്ട് ഈസ് ലോ ബട്ട് പെർമനന്റ് ആൻഡ് എൻഡ്യൂറിങ്. അതായത് നമുക്ക് നിയമം മൂലം നടപ്പിലാക്കുന്നത് പോലെയല്ല. നിയമം മൂലം നടപ്പിലാക്കി മാസ്ക് ധരിക്കുന്നത് പണ്ട് നിയമം മൂലം നിർബന്ധമാക്കി. പക്ഷേ ഇപ്പോൾ എന്താ ആൾക്കാരെല്ലാം ഊരിക്കളഞ്ഞു. ഓക്കെ. പക്ഷെ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച് വഴിയാണ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? റിസൾട്ട് സ്ലോ ആയിരിക്കും. പക്ഷേ എന്തായിരിക്കും? പെർമനന്റ് ആയിരിക്കും. പതുക്കെ മാത്രമേ വ്യത്യാസം ആൾക്കാരിൽ കണ്ടുവരാൻ സാധ്യതയുള്ളൂ. പക്ഷേ അത് സ്ഥിരമായിട്ടുള്ള വ്യത്യാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദിസ് മെത്തേഡ് നീഡ്സ് സഫീഷ്യന്റ് ടൈം ഫോർ ആൻ ഇൻഡിവിജ്വൽ ടു ബ്രിങ് അബൌട്ട് ദ ഡിസൈർഡ് ചേഞ്ചസ്. ഇതിനകത്ത് അവന് ആവശ്യമുള്ള സമയമെടുത്ത് ആലോചിച്ചും കണ്ട് വേണോ വേണ്ടേ, എടുത്താൽ എന്താ ഗുണം, എടുത്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി കൂട്ടുകാരുടെയൊക്കെ സംസാരിച്ചാൽ നിന്റെ വീട്ടിൽ ചെയ്തല്ലടാ, ഓക്കെ നിന്റെ വീട്ടിൽ ചെയ്തു, അപ്പോൾ എങ്കിൽ ഞാനും ചെയ്തല്ലേ അല്ലേ. ഇങ്ങനെ സമയം കിട്ടും എന്നുള്ളതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ ദർ ആർ മെനി പ്രോബ്ലംസ്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. സെസേഷൻ ഓഫ് സ്മോക്കിംഗ്, യൂസ് ഓഫ് സേഫ് വാട്ടർ സപ്ലൈ, ഫാമിലി പ്ലാനിങ്, ഫെർട്ടിലിറ്റി കൺട്രോൾ വിച്ച് ക്യാൻ ബി സോൾവ്ഡ് ഓൺലി ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലേ. ഇതുപോലെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. നമുക്കിവയെല്ലാം ഏത് വഴി? ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദിസ് അപ്രോച്ച് ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ഡെമോക്രാറ്റിക് ഫിലോസഫി വിച്ച് ഡസന്റ് ഓർഡർ ദ ഇൻഡിവിജ്വൽ. അതായത് നമ്മുടെ ഡെമോക്രസി അല്ലേ, നമ്മുടെ എന്താണ് ജനാധിപത്യത്തിന്റെ ഫിലോസഫിയാണ് ഒരു ഇൻഡിവിജ്വലിനെ ഉത്തരവിട്ട് അത് അനുസരിപ്പിക്കുന്നതിൽ നിന്നും അങ്ങനെയല്ല, അവനെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് അല്ലേ. അതായത് ഡു നോട്ട് ഓർഡർ, ആളിനെ ഉത്തരവിടാൻ പാടില്ല. ഉത്തരവിടുന്നേ അവൻ ഡെമോക്രസിയാണ്, അവൻ്റെയും കൂടെ കൺസെൻറ്റോട് കൂടി ഭരിക്കുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളത്. പക്ഷേ രാജഭരണമാണെങ്കിൽ ആ കുഴപ്പമില്ല, രാജാവിന് പറയാം നാളെ തൊട്ട് നീയൊക്കെ വെളിയിടത്ത് പോയാൽ ശരി എന്ന് പറയാം അല്ലേ. അങ്ങനെയല്ല, ഇതൊരു ഡെമോക്രാറ്റിക് ഫിലോസഫി ആണല്ലേ, ഡെമോക്രാറ്റിക് ഫിലോസഫി ആണെന്ന് അവർ മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ സിൻസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയർ പാറ്റേൺസ് ആർ ഫോംഡ് ഏർലി ഇൻ ലൈഫ്, ശ്രദ്ധിക്കുക, വി മസ്റ്റ് മൂവ് ബാക്ക് ഇൻ ടൈം ആൻഡ് സ്റ്റാർട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ വിത്ത് യങ് പോപ്പുലേഷൻ. നമുക്ക് ഇത്തരത്തിലുള്ള ചേഞ്ചുകൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കൂ, ഈ ബിഹേവിയറൽ പാറ്റേൺസ് എല്ലാം ഫോം ചെയ്യുന്ന എവിടെയാണ്? ചെറിയ പ്രായത്തിലാണല്ലേ. അപ്പോൾ കുട്ടികളെ നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു പരസ്യം കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, ഒരു സിഗരറ്റ്, ആ സിഗരറ്റിൻ്റെ അറ്റത്ത് ഒരു അച്ഛൻ നിന്ന് എരിഞ്ഞു വരുന്നു, അതിൻ്റെ ഏറ്റവും ഇങ്ങേറ്റത്തൊരു അമ്മ നിൽക്കുന്നു, നടുക്കൊരു കുട്ടി വിളിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ഈ കുട്ടിക്ക് ഈ സാധനം കാണുമ്പോഴത്തേക്ക് മനസ്സിലാകും, ഈ സാധനം, ഇങ്ങനെ ഒരു സാധനം കണ്ടാൽ സൂക്ഷിക്കേണ്ട എന്തോ ഒന്നാണെന്ന് അവൻ മനസ്സിലാകും. നോക്കുക, ആ കുട്ടിയെ നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഈ പറഞ്ഞ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരിലൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരാന്നുള്ളത് വലിയ പാടാണ്. കാരണം എന്താ, അവരുടെ ബിഹേവിയർ പാറ്റേൺസ് ഫോമായി കഴിഞ്ഞു, രൂപപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ വളർന്നു വരുന്ന കുട്ടികളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച് വഴി എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ടുള്ള ചേഞ്ച്, ഒരു റാഡിക്കലായിട്ടുള്ള വ്യത്യാസം നമുക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലേ. നോക്കാം, ഇതിന്റെ അസംഷൻ എന്താണ്? ദ അസംഷൻ ഈസ് ദാറ്റ് ബിഹേവിയർ ഈസ് മോർ ഈസിലി കൺട്രോൾഡ് ഓർ ഡെവലപ്ഡ് ഇൻ യങ് പോപ്പുലേഷൻ ദാൻ ഇൻ അഡൽട്ട് പീപ്പിൾ അല്ലേ. അഡൽട്ട് പീപ്പിളിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് കുട്ടികളിൽ ഇത്തരത്തിലുള്ള ബിഹേവിയറൽ പാറ്റേൺസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ എഡ്യൂക്കേഷൻ അപ്രോച്ച് വഴി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ചാണ് അടുത്തായിട്ടുള്ളത്. പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച്. മൂന്നാമത്തെ അപ്രോച്ച് എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച് അല്ലേ. എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച്? ആദ്യത്തെ എന്തായിരുന്നു? കൊയേഴ്സീവ് ആയിട്ടുള്ള നിയമം മൂലം നമ്മുടെ കാര്യം നടപ്പിലാക്കുക. 2 ഈ സർവീസ് അപ്രോച്ച് ഫ്രീ ആയിട്ട് കൊടുക്കുക. 3 എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച്. 4ാമത്തെ അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച്. പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് നോക്കാം. ദിസ് ഈസ് എ റാഡിക്കലി ന്യൂ അപ്രോച്ച് സ്റ്റാർട്ടിംഗ് ഫ്രം ദ പീപ്പിൾ വിത്ത് their full participation and active involvement in the planning and delivery of health services. ശ്രദ്ധിക്കുക, നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്രോച്ചാണ്, ന്യൂ അപ്രോച്ചാണ്. ഒരു റാഡിക്കലായിട്ടുള്ള ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അപ്രോച്ചാണ്. എന്താണ്? ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പൂർണ്ണമായ പാർട്ടിസിപ്പേഷൻ അതിനകത്ത് എൻഷോർ ചെയ്യുന്നൊരു അപ്രോച്ചാണ്. അതിനകത്ത് എന്തിനൊക്കെ? പ്ലാനിങ്ങിലും ഡെലിവറി ഓഫ് ഹെൽത്ത് സർവീസിലും സമൂഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് എൻഷോർ ചെയ്യുന്ന അപ്രോച്ചാണ് എന്താ? പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ. പ്രൈമറി ഹെൽത്ത് കെയറിൻ്റെ പ്രിൻസിപ്പിൾസ് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഈ പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് വഴി നമ്മൾ
ഹെൽത്ത് എഡ്യൂക്കേഷൻ നടപ്പിലാക്കുക. നോക്കാം, ദ അണ്ടർലൈങ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ടു ബിക്കം സെൽഫ് റിലയൻറ്റ് ഇൻ മാറ്റേഴ്സ് ഓഫ് ഹെൽത്ത്, അല്ലേ? ഹെൽത്ത് മാറ്റേഴ്സിൽ അവരെ സെൽഫ് റിലയൻ്റ് ആക്കുക എന്നുള്ളതാണ്. സെൽഫ് റിലയൻ്റ്, അവരെ സ്വയം പര്യാപ്തരാക്കി മാറ്റുക എന്നുള്ള പല കാര്യങ്ങളിലും, അല്ലേ? അപ്പോൾ ഇത് എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും? ദിസ് ഇൻ ടേൺ ക്യാൻ ബി ഡൺ ഇഫ് ദ പീപ്പിൾ റിസീവ് ദ നെസസറി ഗൈഡൻസ് ഫ്രം എ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. കൃത്യമായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്നുള്ള ആ ഒരു ഗൈഡൻസ് നേടുകയും അതുപോലെ അവരുടെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുകയും കൃത്യമായിട്ടുള്ള വർക്ക് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ് കണ്ടെത്തുകയും ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഈ പറഞ്ഞ പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് സാധ്യമാകുന്നത്. അപ്പോൾ 4 അപ്രോച്ചുകൾ കഴിഞ്ഞു. 4 അപ്രോച്ച്, 1 നിയമം മൂലം, 2 സർവീസ് അപ്രോച്ച്, അടുത്ത എഡ്യൂക്കേഷൻ അപ്രോച്ച്, അടുത്ത എന്താണ് പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച്. 4 അപ്രോച്ചുകളാണ്. അപ്പോൾ നോക്കാം, അഡോപ്ഷൻ പ്രോസസ് ഓർ സ്റ്റേജസ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ നോക്കാം. Sociologists have described 3 stages in the process of a change in human behavior. നമുക്കറിയാം എഡ്യൂക്കേഷൻ്റെ അടിസ്ഥാനം എന്തിനു വേണ്ടിയിട്ടാണ്? ചേഞ്ച് ഇൻ ഹ്യൂമൻ ബിഹേവിയറിലെ മനുഷ്യൻ്റെ ബിഹേവിയറിൽ വ്യത്യാസം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ നടപ്പിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ 3 സ്റ്റേജസ് അല്ലേ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ടുള്ള 3 സ്റ്റേജസ് നമുക്ക് പോകുന്നത്. ഫസ്റ്റ് ഓഫ് അവയർനെസ് ആണ്. അവയർനെസ്, ഒരു കാര്യത്തെക്കുറിച്ചുള്ള അവയർനെസ്, ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക. ദ ഇൻഡിവിജ്വൽ ഫസ്റ്റ് ഗോസ് ത്രൂ അവയർനെസ് ഓർ ഫസ്റ്റ് ഹാൻഡ് നോളജ് or information about the subject, അല്ലേ? ശ്രദ്ധിക്കൂ, അവയർനെസ്. നമുക്ക് നമ്മുടെ ഈ ലാട്രിൻ്റെ പ്രോഗ്രാം തന്നെ എടുക്കാം, അല്ലേ? ലാട്രിൻ്റെ പ്രോഗ്രാം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് തുടക്കത്തിൽ ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തെങ്കിൽ പലരും ഒരുപാട് പേര് യൂട്ടിലൈസ് ചെയ്തില്ല. പക്ഷേ അതേസമയം ആദ്യം അവയർനെസ് കൊടുത്തു. എന്താണ്? നിങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മലമൂത്രം വിസർജനം നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? കോളറ പകരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? ഇത് വെള്ളത്തിലൂടെ ഒലിച്ച് നമുക്ക് എന്തിൽ ചെല്ലും? നമ്മുടെ ജലാശയങ്ങളിൽ ചെല്ലും. ആ ജലാശയങ്ങളിൽ നിന്നുള്ള ജലമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? ഇതിനെക്കുറിച്ച് അവയർനെസ് അവന് കൊണ്ടുവരാൻ കഴിയണം, അല്ലേ? അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ചേഞ്ച് ഇൻ ഹ്യൂമൻ ബിഹേവിയറിന്റെ ഫസ്റ്റ് സ്റ്റേജ്, അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് അവയർനെസ് കൊണ്ടുവരിക. 2 മോട്ടിവേഷൻ. വിത്തൗട്ട് മോട്ടിവേഷൻ അവയർനെസ് ഹാസ് നോ വാല്യൂ. മോട്ടിവേഷൻ ഇൻക്ലൂഡ്സ് ദ സ്റ്റേജസ് ഓഫ് ഇൻട്രസ്റ്റ്, ഇവാലുവേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ അവയർനെസ് കിട്ടി, ഓക്കെ ശരിയാണ്. അപ്പോൾ തീരുമാനം എടുക്കില്ല. അവയർനെസ് കിട്ടിയ ഉടനെ പോയി തീരുമാനം എടുക്കോ? ഇല്ല. അപ്പോൾ അതിനുവേണ്ടി എന്ത് വേണം? മോട്ടിവേഷൻ വേണം, അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള പരസ്യങ്ങൾ. കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞു പെണ്ണ്? വീട്ടിൽ കൃത്യമായി ശൗചാലയം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്ത് കിട്ടി? മോട്ടിവേഷൻ കിട്ടി. അതൊരു പരസ്യമായി മാറിയതോടെ അതെന്തായി മാറി? അതൊരു ഫെൽറ്റ് നീഡായിട്ട് മാറി, അല്ലേ? അപ്പോൾ അതൊരു മോട്ടിവേഷൻ ആയിട്ട് മാറി. വിത്തൗട്ട് മോട്ടിവേഷൻ അവയർനെസ്സിന് ഒരു ഇമ്പാക്റ്റും ഇല്ല, അല്ലേ? മോട്ടിവേഷൻ എന്തൊക്കെ ഉൾപ്പെടുന്നത്? ഇൻക്ലൂഡ്സ് ദ സ്റ്റേജ് ഓഫ് ഇൻട്രസ്റ്റ്. അവന് ഇൻട്രസ്റ്റ് തോന്നുന്നു. ഇവാലുവേഷൻ, അവൻ പരിശോധിക്കുന്നു. അവൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്, പൈസ ഇല്ല. അപ്പോഴാണ് നോക്കുമ്പോഴത്തേക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവാലുവേഷൻ കഴിഞ്ഞു. പിന്നെന്താണ്? ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഡിസിഷൻ മേക്കിലേക്ക് വരികയാണ്. നോക്കൂ, ദ ഇൻഡിവിജ്വൽ ബിഗിൻസ് ടു ടേക്ക് ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്റ്റ്, അല്ലേ? അവന് എന്താണ്? ആ ഒരു സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടായി വരുന്നു. അതിനുശേഷം അവൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് അവൻ ഇതിന് ഇവാലുവേറ്റ് ചെയ്യുന്നു. വേണോ വേണ്ടയോ, ഇഫ് നെസസറി ബൈ കൺസൾട്ടിങ് അതേഴ്സ് ഫൈനലി ഹി ഡിസൈഡ്സ്. അപ്പോൾ അവന് അത്യാവശ്യമായിട്ട് തോന്നുന്നു. മറ്റുള്ളവരോട് ചോദിക്കുന്നു, ഗ്രാമമുഖ്യ ഇത് എൻ്റെ വീട്ടിൽ ആവശ്യമുണ്ടാവും. ഗ്രാമമുഖ്യം പറയുന്നു ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവൻ തീരുമാനിക്കുന്നു. അപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താണ് അടുത്തത്? 3ാമത്തെ സ്റ്റേജ് എന്താണ്? ആക്ഷൻ ഓർ അഡോപ്ഷൻ ഓർ അക്സെപ്റ്റൻസ്, അല്ലേ? ഇൻ ദിസ് സ്റ്റേജ് ഹിസ് ബിലീഫ് ലീഡ്സ് ടു ആക്ഷൻ, അഡോപ്ഷൻ ഓർ അക്സെപ്റ്റൻസ് ഓഫ് ദ ഐഡിയ, അല്ലെ? ഈ ഐഡിയ അവൻ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയാണ് അവസാനത്തെ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും. ഇനി സ്റ്റേജസ് ഇൻ അഡോപ്ഷൻ ഓഫ് ന്യൂ ഐഡിയാസ് ആൻഡ് പ്രാക്ടീസസ്, അല്ലെങ്കിൽ സ്റ്റേജസ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നും കൂടെ ഒന്ന് ഇലാബറേറ്റ് പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ സ്റ്റേജ് ഓഫ് അൺഅവയർനെസ്, സ്റ്റേജ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽ നോട്ട് അവെയർ ഓഫ് ന്യൂ ഐഡിയ ഓർ പ്രാക്ടീസ്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം തന്നെ എടുക്കാം, അല്ലേ? അവൻ അറിയില്ല എന്തിനെക്കുറിച്ച്. വെളിയിടത്ത് പോയി നമ്മൾ മാലിന്യ വിസർജനം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത് അവൻ അറിയില്ല. ഫസ്റ്റ് സ്റ്റേജ്. 2 എന്താണ്? സ്റ്റേജ് ഓഫ് അവയർനെസ്. ഈ സ്റ്റേജിലാണ് സംഭവിക്കുന്നത് സ്റ്റേജ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ഹാസ് സം ജനറൽ ഇൻഫർമേഷൻ അബൌട്ട് ദ ന്യൂ ഐഡിയ ഓർ പ്രാക്ടീസ് ബട്ട് ഡസൻറ്റ് നോ മച്ച് അബൌട്ട് ഇറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ യൂസ്ഫുൾനെസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസിനെ കുറിച്ച് അവന് കൂടുതൽ അറിയില്ല. ജസ്റ്റ് എന്താണ്? അവയർനെസ് കിട്ടി തുടങ്ങുന്നേ ഉള്ളൂ, അല്ലേ? പുതിയൊരു ആശയം വന്നു, ഇങ്ങനെ ഒരു സംഗതി വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഗതി ചെയ്താൽ ഇങ്ങനെ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മൾ ചെയ്താൽ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് അവയർനെസ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേജ് ഓഫ് ഇൻട്രസ്റ്റ്, സ്റ്റേജ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ഷോയിങ് മോർ ഐഡിയ, അല്ലെ? മോർ എന്താ? ഇൻട്രസ്റ്റ് അബൌട്ട് ദ ന്യൂ ഐഡിയ ഓർ പ്രാക്ടീസ്. കൂടുതൽ ഇൻട്രസ്റ്റ് ഈ ഐഡിയയിലേക്ക് അവൻ കൊണ്ടുവരുന്ന സ്റ്റേജ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അൺഅവെയർ ആയിരിക്കും, അടുത്ത അവെയർ ആവും, പിന്നെ ഇൻട്രസ്റ്റ് വരും, അത് കഴിഞ്ഞ് ഇവാലുവേറ്റ് ചെയ്യും, അല്ലേ? സ്റ്റേജ് ഇൻ വിച്ച് ദ ഇൻഡിവിജ്വൽ ട്രൈസ് ടു ഫൈൻഡ് ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദ മെത്തേഡ്. ഹി ഇവാലുവേറ്റ്സ് വെദർ ദ
ന്യൂ പ്രാക്ടീസ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ ഹിം ആൻഡ് ഓർ ഹിസ് ഫാമിലി. അപ്പോൾ ഈ പിന്നെ അത് കഴിഞ്ഞാൽ എന്താണ് ഇവാലുവേഷൻ നടത്തും. കൃത്യമായിട്ട് അവന് കിട്ടിയിട്ടുള്ള നോളജ് വെച്ചിട്ട് എന്ത് ചെയ്യും, അവൻ ഇവാലുവേറ്റ് ചെയ്ത് നോക്കും എന്താണ് അവന് ഗുണമുണ്ടോ ദോഷമുണ്ടോ അല്ലെങ്കിൽ ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള കാര്യം അവൻ നോക്കും. അതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത സ്റ്റേജ് ഓഫ് ട്രയൽ, സ്റ്റേജ് ഇൻ വിച്ച് ദ ഇൻഡിവിജ്വൽ ഡിസൈഡ്സ് ടു പുട്ട് ദ ന്യൂ ഐഡിയ ഓർ മെത്തേഡ് ഇൻ ടു പ്രാക്ടീസ്. അഡീഷണൽ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഷുഡ് ബി ഗിവൺ അറ്റ് ദി സ്റ്റേജ്. ഒരു ട്രയലായിട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അടുത്തെന്താണ് സ്റ്റേജ് ഓഫ് അഡോപ്ഷൻ അല്ലെങ്കിൽ റിജക്ഷൻ. ഒന്നുകിൽ അവൻ അത് സ്വീകരിക്കും അല്ലെങ്കിൽ റിജക്ട് ചെയ്യും അല്ലേ. ഇവിടെയാണ് അവൻ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ MCQs നോക്കാം നമുക്ക്. ആൾ ഓഫ് ദ ഫോളോയിങ് ആർ അപ്രോച്ചസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എക്സെപ്റ്റ്. സർവീസ് അപ്രോച്ച് ഉണ്ട്, റെഗുലേറ്ററി അപ്രോച്ച് ഉണ്ട്, ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച് ഉണ്ട്. മാസ് മീഡിയ ഇസ് നോട്ട് ആൻ അപ്രോച്ച് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലേ. ബാക്കിയെല്ലാം ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ അപ്രോച്ചാണ്. അടുത്ത് നോക്കാം. ആൾ ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ഡൺ വിത്ത് ഇൻഡിവിജ്വൽ ആസ് എ യൂണിറ്റ് എക്സെപ്റ്റ്. എന്താണ് ക്വസ്റ്റ്യൻ? താഴെ തന്നിരിക്കുന്നതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ, ഒരാളുമായിട്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്തൊഴിച്ച് എന്നുള്ള. അപ്പോൾ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ഒരു യൂണിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, വാക്സിനേഷൻ യൂണിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, കേസ് റിപ്പോർട്ട് ഒരു യൂണിറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് ഒരു യൂണിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, മാസമായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സി ആണ് ഉത്തരം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി goal of the regulatory approach in health education? To offer free health service ആണോ? അല്ല. To provide health facilities of people doorstep ആണോ? അല്ല. To alter human behavior through government intervention ആണ് എന്താ റെഗുലേറ്ററി അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരം ഏതാണ് മക്കളെ? സി ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ റെഗുലേറ്ററി അപ്രോച്ച് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ? നോക്കാം എന്താണ് റെഗുലേറ്ററി അപ്രോച്ച്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണല്ലേ, PH ആക്ട് ആണ് ഉത്തരം. ബേസിക് ഹെൽത്ത് സർവീസ് എന്നാൽ റെഗുലേറ്ററി അപ്രോച്ച് അല്ല, കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്ക്ഷോപ്പ് അല്ല, വോളണ്ടറി ഹെൽത്ത് പ്രോഗ്രാംസും റെഗുലേറ്ററി അപ്രോച്ച് അല്ല, ആക്ടുകളാണ് എന്തിൽ റെഗുലേറ്ററി അപ്രോച്ചിൽ വരുന്നത് അല്ലേ. കോപ്റ്റ ആക്ടോ MTP ആക്ടോ ഒക്കെ പറഞ്ഞാൽ ഉദാഹരണം ശരിയാണ് അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ ഡ്രോബാക്ക് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അപ്രോച്ച് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ? ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ടു ഇംപ്ലിമെന്റ്. അത് ഡ്രോബാക്ക് അല്ല അല്ലേ. അതെന്താണ് നമുക്കത് കൃത്യമായിട്ട് പറയേണ്ട. ഇറ്റ് ഓഫ് ആൻഡ് ഫെയിൽസ് ഡ്യൂ ടു പേഴ്സണൽ ചോയ്സ് ആൻഡ് റെസിസ്റ്റൻസ്. പേഴ്സണൽ ചോയ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഫെയിലായി പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വൈ മൈറ്റ് ലോസ് റിഗാർഡിംഗ് പേഴ്സണൽ ഹെൽത്ത് ചോയ്സ് സച്ച് ആസ് ഡയറ്റ് ആൻഡ് എക്സസൈസ് ബി ഡിഫിക്കൽട്ട് ടു എൻഫോഴ്സ്? നമ്മുടെ ഹെൽത്തും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്തായിരിക്കും ഡിഫിക്കൽട്ടി എന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഹൈ കോസ്റ്റ് അല്ല, ലാക്ക് ഓഫ് ഗവൺമെന്റ് സപ്പോർട്ട് അല്ല, പേഴ്സണൽ ഫ്രീഡം അല്ലെ. അവൻ്റെ ഫ്രീഡവും ചോയ്സും അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ കൊയേഴ്സീവ് അപ്രോച്ച് ടു ഹെൽത്ത് എഡ്യൂക്കേഷൻ? നാഷണൽ ഹെൽത്ത് സർവീസ് ആക്ട്, ദ ചൈൽഡ് മാരേജ് റിസ്ട്രെയിന്റ് ആക്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് ആക്ട്, അതുപോലെ മെന്റൽ ഹെൽത്ത് സർവീസ് ആക്ട്. നമുക്കറിയാം ചൈൽഡ് മാരേജ് റിസ്ട്രെയിന്റ് ആക്ട് നിരോധന നിയമമാണ് അല്ലേ. നിരോധന നിയമങ്ങളായിരിക്കും കൂടുതലും എന്തിൽ വരുന്ന കൊയേഴ്സീവ് അപ്രോച്ചിൽ വരുന്നത് അല്ലേ. നിരോധന നിയമങ്ങളാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ വൈ ക്യാൻ ദ കോസ് ഓഫ് ഡിസീസ് നോട്ട് ബി ഇറാഡിക്കേറ്റഡ് സോൾലി ബൈ ലെജിസ്ലേഷൻ? ഓപ്ഷൻ ശ്രദ്ധിക്കാം. ഡിസീസസ് ആർ പ്രൈമർലി ജനറ്റിക്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ലെജിസ്ലേഷൻ കാനോട്ട് അഡ്രസ് ദ മെഡിക്കൽ ഓർ സോഷ്യൽ കോസസ്. കൃത്യമായിട്ട് ഈ വരി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. ലെജിസ്ലേഷൻ കാനോട്ട് ബി അഡ്രസ് മെഡിക്കൽ ഓർ സോഷ്യൽ കോസസ്. നമ്മുടെ മെഡിക്കൽ കോസിനെയോ അല്ലെങ്കിൽ സാമൂഹികമായ കാരണത്തിനെ അഡ്രസ് ചെയ്യാൻ എന്തിനു കഴിയില്ല, നിയമത്തിന് കഴിയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ഇൻ വാട്ട് സിറ്റുവേഷൻ മൈറ്റ് ലോസ് ബി പർട്ടിക്കുലർലി യൂസ്ഫുൾ അക്കോർഡിംഗ് ടു ദ റെഗുലേറ്ററി അപ്രോച്ച്? ഏറ്റവും കൂടുതൽ നമുക്ക് ഈ സംഗതി ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന എപ്പോഴത്തേക്കാണ്? കൺട്രോൾ ഓഫ് എപ്പിഡമിക് ഡിസീസ് അല്ലേ. എപ്പിഡമിക് ഡിസീസിൻ്റെ കൺട്രോൾ പ്രോഗ്രാം വരുന്ന സമയത്ത് നമുക്കിത് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കാം. വാട്ട് മേജർ ചാലഞ്ച് എക്സിസ്റ്റ് ഇൻ എൻഫോഴ്സിംഗ് ഹെൽത്ത് റിലേറ്റഡ് ലോസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രധാനപ്പെട്ട ചലഞ്ച് നോക്കാം. ലാക്ക് ഓഫ് മെഡിക്കൽ പ്രൊഫഷണൽസ് അല്ല, ഹൈ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ. നല്ല അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റും ആവശ്യമായിരിക്കും, ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് അത്യാവശ്യം ണെന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ സർവീസ് അപ്രോച്ച് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ? എന്താണ്? ഈസി ആയിട്ടല്ലേ, ഫ്രീ ആയിട്ട് സാധനങ്ങൾ കൊടുക്കുക. എന്താണ്? ടു റെഗുലേറ്റ് ഹെൽത്ത് ബിഹേവിയർ ത്രൂ ലോസ് ആണോ? അല്ല. ടു പ്രൊവൈഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് പീപ്പിൾ അല്ലേ. ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് സർവീസ് അപ്രോച്ചിൻ്റെ പ്രാധാന്യം. അതുപോലെ വെൻ വാസ് ദ സർവീസ് അപ്രോച്ച് ഇൻട്രൊഡ്യൂസ്ഡ് പറഞ്ഞത് 1960s. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ദ പ്രൊവിഷൻ ഓഫ് വാട്ടർ സീൽ ലാട്രിൻസ് ഫെയിൽ ഇൻ റൂറൽ ഏരിയാസ്? എന്താണ്? ദേ വെയർ ടു എക്സ്പെൻസീവ് ടു മെയിൻറ്റെയിൻ അല്ല. പീപ്പിൾ വെയർ നോട്ട് എഡ്യൂക്കേറ്റഡ് അബൌട്ട് ദെയർ യൂസ്. ദേ വെയർ നോട്ട് ബേസ്ഡ് ഓൺ ദ ഫെൽറ്റ് നീഡ്സ് ഓഫ് ദ പീപ്പിൾ. ഗവൺമെന്റ് ഡിഡിൻറ്റ് പ്രൊവൈഡ് ഇനഫ് ഓഫ് ദം. അപ്പോൾ എന്താണ്? രണ്ട് ചോദ്യങ്ങൾ നമുക്ക് സംശയം ഉണ്ടാവുക. പീപ്പിൾ വെയർ നോട്ട് എഡ്യൂക്കേറ്റഡ് അബൌട്ട് ദെയർ യൂസ്, അതിൻ്റെ യൂസിനെ കുറിച്ചുള്ള ഒരു അറിവ് ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. രണ്ടെന്താണ്? ദേ വെയർ നോട്ട് ബേസ്ഡ് ഓൺ ദ ഫെൽറ്റ് നീഡ്സ് ഓഫ് ദ പീപ്പിൾ. കണ്ട വാക്ക് അവിടെ എടുത്ത് പറഞ്ഞ ഫെൽറ്റ് നീഡ്സ് അല്ലേ. ആൾക്കാരൊക്കെ ആവശ്യം കൃത്യമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഫെയിലിയറിന് കാരണമായിട്ടുണ്ടായിരുന്നത് അല്ലേ.
അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ ക്രിട്ടിക്കൽ ഫാക്ടർ ഫോർ ദ സക്സസ് ഓഫ് എ ഹെൽത്ത് സർവീസ് പ്രോഗ്രാം? ഒരു എന്താണ് ഹെൽത്ത് സർവീസ് പ്രോഗ്രാമിന്റെ വിജയവുമായി ബന്ധപ്പെട്ട ക്രിട്ടിക്കൽ ഫാക്ടർ നോക്കാം. ദ കോസ്റ്റ് ഓഫ് ദ സർവീസ് അല്ല, ദ നമ്പർ ഓഫ് പീപ്പിൾ യൂസിംഗ് ദ സർവീസ്, ദ സർവീസ് ബീങ് ബേസ്ഡ് ഓൺ ദ ഫെൽറ്റ് നീഡ്സ് ഓഫ് ദ പീപ്പിൾ. കണ്ടോ, ആ സർവീസ് എന്തായിരിക്കണം? ആൾക്കാരുടെ ആവശ്യം അറിഞ്ഞു കൊടുക്കുന്നതായിരിക്കണം, പാത്രം അറിഞ്ഞായിരിക്കണം വിളമ്പേണ്ടത്. അതിനനുസരിച്ച് മാത്രമേ സക്സസ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ വിച്ച് അപ്രോച്ച് എയിംസ് ടു പ്രൊവൈഡ് ഹെൽത്ത് സർവീസ് അറ്റ് പീപ്പിൾസ് ഡോർ സ്റ്റെപ്പ്? ഏതാണ് സർവീസ് അപ്രോച്ചാണ് ഡോർ സ്റ്റെപ്പിൽ നമുക്ക് സർവീസ് കൊടുക്കുന്നത്. അതുപോലെ വാട്ട് ലെസൺ വാസ് ലേൺഡ് ഫ്രം ദ ഫെയിലിയർ ഓഫ് ദ വാട്ടർ സീൽ ലാറ്റൻ ഇനിഷ്യേറ്റീവ്? ഫ്രീ സർവീസ് ആർ ആൾവേസ് എഫക്റ്റീവ് അല്ല, ഹെൽത്ത് എഡ്യൂക്കേഷൻ നോട്ട് ഇമ്പോർട്ടൻ്റ് അല്ല, പീപ്പിൾ ഓൺലി ആക്സെപ്റ്റ് സർവീസ് ബേസ്ഡ് ഓൺ ദെയർ ഫെൽറ്റ് നീഡ്സ് അല്ലേ. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സർവീസ് അപ്രോച്ച്? സർവീസ് അപ്രോച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കാം. പ്രൊവൈഡിങ് ഹെൽത്ത് സർവീസ് ഫോർ ഫ്രീ അതിൻ്റെ ഭാഗമാണ്. ഓഫറിംഗ് സർവീസ് ടു പീപ്പിൾസ് ഡോർ സ്റ്റെപ്പ് അതിൻ്റെ ഭാഗമാണ്. റിലയിങ് ഓൺ ഗവൺമെന്റ് റെഗുലേഷൻസ് ടു ചേഞ്ച് ദ ബിഹേവിയർ അല്ല അല്ലേ. അപ്പോൾ അതല്ല, എന്താണ് അവിടെ ഓർഡറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റെഗുലേഷൻസ് ഒന്നും അവിടെ എന്തിലില്ല, സർവീസ് അപ്രോച്ചിൽ ഇല്ല. അതുപോലെ വാട്ട് ആർ ദ മേജർ കമ്പോണൻസ് ഓഫ് ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച്? എന്തൊക്കെയാണ് കമ്പോണൻസ്? റെഗുലേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഡിസിഷൻ മേക്കിംഗ് അല്ല, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഡിസിഷൻ മേക്കിംഗ് ആണ് വരുന്നത് അല്ലേ. മോട്ടിവേഷൻ വേണം, കമ്മ്യൂണിക്കേഷൻ വേണം ആൻഡ് ഡിസിഷൻ മേക്കിംഗ് വേണം. അതുപോലെ നെക്സ്റ്റ് നോക്കാം. ഹൗ ഡസ് ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച് അച്ചീവ് ചേഞ്ചസ് ഇൻ ഹെൽത്ത് പ്രാക്ടീസസ്? നോക്കൂ, ത്രൂ ഇമ്മീഡിയറ്റ് ആൻഡ് ടെമ്പററി ചേഞ്ചസ്, ത്രൂ സ്ലോ ബട്ട് പെർമനന്റ് ചേഞ്ചസ് അല്ലേ. എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ചേഞ്ച് എങ്ങനെയായിരിക്കും? സ്ലോ ആയിരിക്കും, പക്ഷേ അത് പെർമനന്റ് ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ. അതുപോലെ വാട്ട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ക്യാൻ ബി എഫക്റ്റീവ്ലി സോൾവ് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ? എങ്ങനെയുള്ളത്? ജനറ്റിക് ഡിസോർഡർ പറ്റത്തില്ല, അക്യൂട്ട് മെഡിക്കൽ എമർജൻസി, ക്രോണിക് ഡിസീസ് പറ്റത്തില്ല, സ്മോക്കിംഗ് സെസേഷൻ, യൂസ് ഓഫ് സേഫ് വാട്ടർ സപ്ലൈ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് വഴി ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വിച്ച് ഫിലോസഫി ഈസ് ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച് കൺസിസ്റ്റന്റ് വിത്ത്? എന്താണ്? ഡെമോക്രാറ്റിക് ഫിലോസഫി അല്ലേ. പീപ്പിൾ നോട്ട് ടു ഓർഡർ ടു പീപ്പിൾ അല്ലേ. ആൾക്കാരുടെ അടുത്ത് നീ ആജ്ഞാപിക്കണടാ അല്ലേ, അതാണ് ഡെമോക്രാറ്റിക് ഫിലോസഫി. അത് നോക്കാം. അറ്റ് വാട്ട് സ്റ്റേജ് ഓഫ് ലൈഫ് ഈസ് എ ഹെൽത്ത് എഡ്യൂക്കേഷൻ മോസ്റ്റ് എഫക്റ്റീവ്? എപ്പോഴാണ്? ചൈൽഡ്ഹുഡിലാണല്ലേ. എവിടെയാണ്? യങ് പോപ്പുലേഷനിലാണ് ഈ കാര്യം കൃത്യമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക. അതുപോലെ വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച്? പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ചിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ എന്താണ്? ടു പ്രൊവൈഡ് ഹെൽത്ത് സർവീസ് ഓഫ് ഫ്രീ അല്ല, ടു ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ബിക്കം സെൽഫ് റിലയൻറ്റ് ഇൻ ഹെൽത്ത് മാറ്റേഴ്സ് അല്ലേ. ഹെൽത്ത് മാറ്റേഴ്സ് അവരെ സെൽഫ് റിലയൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്തിൻ്റെ പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ചിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ വാട്ട് പ്രിൻസിപ്പിൾ ഈസ് ദ പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് ബേസ്ഡ് ഓൺ? വളരെ സിമ്പിളാണ് പ്രൈമറി ഹെൽത്ത് കെയർ പ്രിൻസിപ്പിൾസ് അല്ലേ, ചുമ്മാ ക്വസ്റ്റ്യൻ ആണത്. അതുപോലെ ഹൗ ഡസ് ദ പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് ഇൻവോൾവ് ദ കമ്മ്യൂണിറ്റി? കമ്മ്യൂണിറ്റിയെ നോക്കാം. എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ചിൽ ഉണ്ടാവുക? ബൈ റിക്വയറിംഗ് ഫുൾ പാർട്ടിസിപ്പേഷൻ, ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് അല്ലെ. എന്താ പ്ലാൻ മേക്കിങ്ങിലാണെന്നുണ്ടെങ്കിലും ഇംപ്ലിമെന്റേഷനാണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിറ്റിയുടെ പ്രാധാന്യം, അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഇൻവോൾവ്മെന്റ് ഉറപ്പായിക്കൊണ്ടാണ് എന്താ പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് മുന്നോട്ട് പോകുന്നത് അല്ലേ. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് റോൾ ഡു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ പ്ലേ ഇൻ ദ പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച്? എങ്ങനെയാണ് ഗൈഡിങ് ഇൻഡിവിജ്വൽസ് ഇൻ ഐഡന്റിഫൈയിങ് ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് ഫൈൻഡിങ് സൊല്യൂഷൻസ്? ആൾക്കാരെ അവരുടെ ഹെൽത്ത് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുകയും അതിന് കൃത്യമായ സൊല്യൂഷൻസ് ഓഫർ ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ ആണ് ആര് പ്രവർത്തിക്കേണ്ടത്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പ്രവർത്തിക്കേണ്ടത് ഈ ഒരു അപ്രോച്ചിൽ. അതുപോലെ വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ പ്രോസസ് ഓഫ് ചേഞ്ച് ഇൻ ഹ്യൂമൻ ബിഹേവിയർ അക്കോർഡിംഗ് ടു സോഷ്യോളജിസ്റ്റ്? ഏതാണ് ഫസ്റ്റ്? എന്താണ്? അവയർനെസ് അല്ലേ. അവയർനെസ് ഉണ്ടായിട്ടാണ് അടുത്ത കാര്യത്തിലേക്ക് അവൻ പോകേണ്ടത്. ഇൻ വിച്ച് സ്റ്റേജ് ഡസ് ആൻ ഇൻഡിവിജ്വൽ ബിഗിൻ ടു ഇവാലുവേറ്റ് ഇൻഫർമേഷൻ ആൻഡ് കൺസൾട്ട് അതേഴ്സ്? ഏതാണ്? സിമ്പിളാണ്. അവയർനെസ്, മോട്ടിവേഷൻ, ആക്ഷൻ, ട്രയൽ. എവിടെയാണ് ഇവാലുവേഷൻ വരുന്നത്? ഇവാലുവേഷൻ വരുന്നത് മോട്ടിവേഷൻ കണ്ടപ്പോഴാണ് ഇവാലുവേഷൻ വരുന്നത് അല്ലേ. അതുപോലെ വാട്ട് ഹാപ്പൻസ് ഇൻ ദ ആക്ഷൻ, അഡോപ്ഷൻ ഓർ അക്സെപ്റ്റൻസ് സ്റ്റേജ്? അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്താ സംഭവിക്കുന്നത്? ദ ഇൻഡിവിജ്വൽ ബിക്കംസ് അവെയർ ഓഫ് ദ ന്യൂ ഐഡിയ അല്ല, ദ ഇൻഡിവിജ്വൽ ഷോസ് ഇൻട്രസ്റ്റ് അല്ല, ഇൻഡിവിജ്വൽസ് ബിലീവ്സ് ലീഡ്സ് ടു ആക്ഷൻ ഓർ അക്സെപ്റ്റൻസ് ഓഫ് ദി ഐഡിയ അല്ലേ. അവൻ ആ ഐഡിയ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് ആ സ്റ്റേജിൻ്റെ പ്രത്യേകത. അതുപോലെ വിച്ച് സ്റ്റേജ് ഇൻവോൾവ്സ് ആൻ ഇൻഡിവിജ്വൽസ് ഹാവിങ് സം ജനറൽ ഇൻഫർമേഷൻ ബട്ട് നോട്ട് നോയിങ് ഇറ്റ്സ് യൂസ്ഫുൾനെസ്? അതായത് അതിൻ്റെ യൂസ്ഫുൾനെസ് അവൻ അറിയില്ല, ജനറൽ ഇൻഫർമേഷൻ മാത്രമേ അറിയത്തുള്ളൂ. എന്താണ്? സ്റ്റേജ് ഓഫ് അവെയർനെസ് അല്ലേ. സ്റ്റേജ് ഓഫ് അവെയർനെസ്. ഓക്കെ. അതുപോലെ നോക്കാം. അറ്റ് വിച്ച് സ്റ്റേജ് ഡസ് ആൻ ഇൻഡിവിജ്വൽ ഡിസൈഡ് ടു പുട്ട് എ ന്യൂ ഐഡിയ ഓർ എ മെത്തേഡ് ഇൻ ടു പ്രാക്ടീസ്? ഏതിനാണ്? സ്റ്റേജ് ഓഫ് ട്രയൽ അല്ലേ. ട്രയലിലാണ് അവൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഇൻ വിച്ച് സ്റ്റേജ് ഡസ് ദ ഇൻഡിവിജ്വൽ ഫൈനലി ആക്സെപ്റ്റ് ഓർ റിജക്ട് ദ ന്യൂ ഐഡിയ ഓർ പ്രാക്ടീസ്? സ്റ്റേജ് ഓഫ് അഡോപ്ഷൻ ഓർ റിജക്ഷൻ അല്ലേ. ഓക്കെ. ആ പേര് തന്നെ ഉണ്ട്, ക്വസ്റ്റ്യൻ ചുമ്മാ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഇനി പ്രസ്താവന ചോദ്യങ്ങൾ നോക്കാം. കൃത്യമായിട്ട് മക്കളെ നോക്കിയിരിക്കുക. നമ്മൾ ഇവാലുവേഷനിൽ നമ്മൾ എലിമിനേഷൻ എടുക്കാൻ പോവാണ്. നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നു. ചോദ്യം മനസ്സിലാക്കാം. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? 1, 2, 3 പ്രസ്താവന തന്നിട്ടുണ്ട്. നമ്മൾ ഒന്നും നോക്കുന്നില്ല. ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്താ ഓപ്ഷൻ? പറയുന്നത് 1 മാത്രമാണ് ശരി,
ഓപ്ഷൻ ബി പറയുന്നു 2 മാത്രമാണ് ശരി, സി പറയുന്നു 3 മാത്രമാണ് ശരി, ഡി പറയുന്നു എല്ലാം ശരിയാണ്. ഇതിന്ന് ഒരു പ്രസ്താവന കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കളയാൻ പറ്റുമെന്ന് നോക്കാം. ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച് റിലൈസ് പ്രൈമർലി ഓൺ കൊയേഴ്സീവ് മെത്തേഡ്സ് ടു ചേഞ്ച് ഹെൽത്ത് പ്രാക്ടീസസ്. സംശയമുണ്ടെന്ന് വിചാരിച്ചു, അവിടെ കിടക്കട്ടെ, വേറെ നോക്കാം. അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. 2 നോക്കാം. മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആർ മേജർ കമ്പോണൻസ് ഓഫ് ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച്. ശരിയാണ്. മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ്. ശരിയാണ്. അപ്പോൾ 2 ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. 2 ശരിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കിതിൽ ഏതൊക്കെ വെട്ടിക്കളയാം? എ വെട്ടിക്കളയാം. എന്തുകൊണ്ടാണ്? ഈ എ 1 മാത്രമാണ് ശരിയെന്ന് പറയുന്നത്. 1 ശരിയാണോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷേ എ എന്തുകൊണ്ടാണ് വെട്ടുന്നത്? 2 ശരിയാണെന്ന് നമുക്ക് ബോധ്യമായി അല്ലേ? അപ്പോൾ ഈ എ എന്ന് വേണ്ട ഓപ്ഷൻ വരണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 1ഉം 2ഉം ശരിയാണെന്ന് ഇവിടെ പറഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് വെട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ വെട്ടുന്നു. എന്തുകൊണ്ട്? 2 ശരിയായിട്ടുള്ള ഈ 2നെ ശരിയാണെന്ന് പറയാത്തത് കൊണ്ട്, ആ തെറ്റ് കൊണ്ട് നമ്മൾ എ വെട്ടിക്കളയുന്നു. അതേ കാരണം കൊണ്ട് നമുക്ക് സിയെ വെട്ടിക്കളയാം. കാരണം സിയിൽ 3 മാത്രമാണ് ശരിയെന്ന് പറയുന്നു. ബി വെട്ടാൻ പറ്റില്ല. കാരണം എന്താ? ബിയിൽ 2 മാത്രം ശരിയെന്ന് പറയുന്നു, ഡി എല്ലാം ശരിയെന്ന് പറയുന്നു. ഇതിൽ 2 ഉൾപ്പെടുന്നുണ്ട്, അത് വെട്ടുന്നില്ല നമ്മൾ. ഇനി നോക്കാം. ചേഞ്ചസ് അച്ചീവ്ഡ് ത്രൂ ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച് ആർ ടിപ്പിക്കലി ക്വിക്ക് ആൻഡ് ടെമ്പററി. തെറ്റായ പ്രസ്താവനയാണത് അല്ലേ? തെറ്റായ പ്രസ്താവനയാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി വരുന്ന ചേഞ്ച് എന്താണ്? സ്ലോ ആയിരിക്കും, പക്ഷേ പെർമനൻ്റ് ആയിരിക്കും. നമുക്കത് അറിയാം. അപ്പോൾ ആദ്യത്തെ പ്രസ്താവനയെക്കുറിച്ച് നമുക്കൊരു ബോധവുമില്ല എന്ന് വെച്ചോളൂ സപ്പോസ്. എന്നാൽ പോലും നമുക്ക് ഉത്തരം കിട്ടി. ആർ കറക്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും വരില്ല. കാര്യം എന്താ? 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഉത്തരം ഏതായിരിക്കും? ബി ആയിരിക്കും. ഓൺലി 2, 2 മാത്രമായിരിക്കും ശരിയായിട്ട് വരിക. അപ്പോൾ 1 തെറ്റാണെന്ന് നോക്കണ്ടേ? നോക്കാം. ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച് റിലൈസ് പ്രൈമർലി ഓൺ കൊയേഴ്സീവ് മെത്തേഡ്സ് ടു ചേഞ്ച് ഹെൽത്ത് പ്രാക്ടീസസ് അല്ലേ? ഹെൽത്ത് പ്രാക്ടീസിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്താണ്? പ്രൈമറി കൊയേഴ്സീവ് മെത്തേഡ്സ് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരുപാട് മെത്തേഡ്സ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ചിൽ ഉണ്ട് അല്ലേ? അപ്പോൾ അത് തെറ്റ് തന്നെയാണ്. ഇത് അറിഞ്ഞുകൊണ്ടെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടി. ബി ആണ് ഉത്തരം. മനസ്സിലായി? എഫക്റ്റീവ് അല്ലേ മക്കളെ? എഫക്റ്റീവ് അല്ലേ? പ്രാക്ടീസ് ചെയ്യുമോ നിങ്ങൾ? ഇനിയുള്ള എല്ലാ പ്രസ്താവനകളും നിങ്ങൾ ഇതുപോലെ നിർത്തിയിട്ട്, ഒരുപക്ഷെ ടീച്ചർ ഇങ്ങനെ പറയുന്നില്ലെങ്കിലും ടീച്ചറുടെ ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിർത്തിയിട്ട് നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ. അപ്പോൾ അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ശരിയായ പ്രസ്താവനകളാണ് പിന്നെയും ചോദിച്ചിരിക്കുന്നത്. 3 പ്രസ്താവന തന്നിരിക്കണോ? അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസിലേക്ക് ഒന്നും നോക്കുന്നത് ആദ്യം ഒറ്റ പ്രസ്താവനയെ മാത്രം നോക്കുക. ബാക്കിയെല്ലാം നോക്കരുത്. 1ൽ മാത്രം നോക്കുക. അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലായത് കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. 1, ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇസ് മോർ എഫക്റ്റീവ് വെൻ സ്റ്റാർട്ടഡ് വിത്ത് ദ യങ് പോപ്പുലേഷൻ. ശരിയാണതല്ലേ? യങ് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ വളരെ എഫക്റ്റീവ് ആയിട്ട് മാറും. അത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ ആർ കറക്റ്റ് എന്ന് എ പറയുന്നു. 1 ശരിയാണെന്ന് ബോധ്യമായി. ആ 1 കൂടെ ശരിയാണെന്നാണ് എ പറയുന്നത്. കാരണം എല്ലാം ശരിയാണെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് അതിനെ ഇപ്പോൾ വെട്ടാൻ പറ്റില്ല. ബി പറയുന്നു 1 മാത്രമാണ് ശരിയെന്ന്. അതിനെ വെട്ടാൻ പറ്റില്ല. കാരണം നമുക്ക് 1 മാത്രമേ നോക്കിയുള്ളൂ അല്ലേ? 1 മാത്രം ശരിയെന്ന് പറഞ്ഞാൽ വെട്ടാൻ പറ്റില്ല. സി പറയുന്നു 2ഉം 3ഉമാണ് ശരിയെന്ന്. ഉറപ്പായിട്ടും വെട്ടാം. കാര്യം എന്താ? ഇത് ശരിയാണെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. കാര്യം എന്താ? സി 1ഉം 2ഉം 3ഉം ശരിയാണെന്ന് പറഞ്ഞെങ്കിൽ വെട്ടാൻ പറ്റില്ലായിരുന്നു. 1നെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. അതുകൊണ്ട് അത് വെട്ടി നമ്മൾ. ഇനി 1ഉം ശരിയില്ല ഡി പറയുന്നു. അത് കണ്ണും പൂട്ടി വെട്ടാം. കാര്യം എന്താ? 1 ശരിയാണെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമായി. ഇനി എ ആണോ ബി ആണോ എന്ന് മാത്രമേ സംശയമുള്ളൂ. നോക്കാം. The health education approach is consistent with a democratic philosophy that doesn't order the individual. Democratic philosophy ആണ് എന്ത്? ഇൻഡിവിജ്വലിൻ്റെ അടുത്ത് ഉത്തരവ് കൊടുക്കല്ലേ എന്നുള്ളത്. അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പറഞ്ഞ ഡെമോക്രാറ്റിക് ഫിലോസഫിയായിട്ട് കൺസിസ്റ്റൻസി ഉള്ളതാണ് എന്ന് കാര്യം മനസ്സിലായി. അപ്പോൾ ഇതും ശരിയാണെന്ന് മനസ്സിലായി. ഇനി ഏതെങ്കിലും വെട്ടാൻ പറ്റുമോ? എ വെട്ടാൻ പറ്റില്ല. കാരണം അത് ആർ കറക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ 1 ശരിയാണെന്ന് ബോധ്യമായി, 2ഉം ശരിയാണെന്ന് ബോധ്യമായി. അപ്പോൾ അത് 2ഉം എയിൽ ഉൾപ്പെടുന്നുണ്ട്. ബി വെട്ടാം. കാര്യം എന്താ? ഇതിൽ 1 മാത്രമാണ് ശരിയെന്ന് പറയുന്നു, 2ഉം ശരിയാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ട് നമുക്ക്. അതുകൊണ്ട് ബി വരില്ല, എ ആയിരിക്കും ഉത്തരം. അതിൻ്റെ അർത്ഥം ഇതും ശരിയായേ മതിയാകത്തുള്ളൂ. അതാകത്തുള്ളൂ. ആകും. നോക്കാം. ആണെന്ന് നോക്കാം. ദ പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് എയിംസ് ടു മേക്ക് ഇൻഡിവിജ്വൽ സെൽഫ് റിലയൻറ്റ് ഇൻ ഹെൽത്ത് മാറ്റേഴ്സ് അല്ലേ? പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? ആൾക്കാരെ ഹെൽത്ത് മാറ്റേഴ്സിൽ സെൽഫ് റിലയൻറ്റ് ആക്കുന്നതിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ 2 പ്രസ്താവന നമുക്കറിയാമെങ്കിൽ പോലും ഉത്തരം കിട്ടുന്നത് കണ്ടോ മക്കളെ? കണ്ടോ? അതുപോലെ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? തെറ്റായ പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദ്യം. The primary health care approach involves full participation and active involvement of the community in health service planning and delivery. പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ചിൽ എന്താണ്? നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉറപ്പുവരുത്തുന്നുണ്ട്. എന്തിൽ? ഹെൽത്ത് സർവീസ് പ്ലാനിങ്ങിലും ഡെലിവറിയിലും കൃത്യമായ ഇൻവോൾവ്മെന്റ് ഉറപ്പുവരുത്തുന്നത് ശരിയായ പ്രസ്താവനയാണ് അല്ലേ? അത് ശരിയാണ്. തെറ്റല്ലേ നമ്മൾ ചോദിച്ചിരിക്കുന്നത്? തെറ്റാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എ എന്താ പറയുന്നത്? ഓൺലി 1 മാത്രമാണ് തെറ്റെന്ന്. 1 ശരിയല്ലേ? 1 ശരിയല്ലേ? ഈ എ എന്ന ഓപ്ഷൻ എന്താ? നമ്മുടെ തെറ്റല്ലേ ചോദിച്ചിരിക്കുന്നത്? എ പറയുന്നു 1 മാത്രം തെറ്റെന്ന് പറയുന്നു. അത് വരില്ല. ഇത് ഏത് വേണം വരാം. ആർ ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ അതും വരില്ല. കാര്യം എന്താ? 1 ശരിയാണെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇനി ബി ആണോ സി ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. നോക്കാം.
ദ പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് സെക്കൻഡറി ആൻഡ് ടേഴ്സറി ഹെൽത്ത് കെയർ. അത് കൃത്യമായിട്ട് പറഞ്ഞ പ്രൈമറി ഹെൽത്ത് കെയറിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്താണ്? പ്രൈമറി ഹെൽത്ത് കെയർ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തെറ്റായ പ്രസ്താവനയാണ് അല്ലേ? അപ്പോൾ 2 തെറ്റായിട്ട് വരണം. ബിയിലും 2 തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നു, സിയിലും 2, 3 തെറ്റെന്ന് പറഞ്ഞു. നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഒന്നും കളയാനില്ല. അതുപോലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഗൈഡിംഗ് ഇൻഡിവിജ്വൽസ് ടു ഐഡന്റിഫൈ ഹെൽത്ത് പ്രോബ്ലംസ് ടു ഫൈൻഡ് സൊല്യൂഷൻസ് ഇൻ ദ പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച്. പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ചിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് വളരെ വലിയൊരു റോളുണ്ട്. എന്തിനാണ്? നമുക്ക് ഒരു ഇൻഡിവിജ്വലിന് അതിൻ്റെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന്, അവനെ സഹായിക്കുന്നതിന് പ്രധാനമായ റോളുണ്ട്. അത് ശരിയാണ്. അപ്പോൾ 2ഉം 3ഉം തെറ്റ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പറ്റില്ല. ഉത്തരം ബി ആയിരിക്കും. 2 മാത്രമായിരിക്കും തെറ്റ്. ഓക്കെ. അപ്പോൾ അടുത്ത ദിവസം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ശരിയായ പ്രസ്താവന പിന്നെ ചോദിച്ചിരിക്കുന്നു. ഇത് നമ്മൾ എലിമിനേഷനിൽ ഉത്തരം കണ്ടെത്താൻ പോകുന്നു. നോക്കാം. ഒന്ന്, ദ പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് ഡിസ്കറേജ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് റിലേറ്റഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഡിസ്കറേജ് ചെയ്യുന്നില്ല കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനെ. അത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനെ എൻകറേജ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് ശരിയല്ല, തെറ്റാണ്. അത് തെറ്റാണ്. തെറ്റായതുകൊണ്ട് തന്നെ ഏതൊക്കെയാ ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തെറ്റ് ശരിയെന്ന് ഏതെങ്കിലും പ്രസ്താവന പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ വെട്ടിക്കളയാം. ആര്? എയിൽ 1 ശരിയാണെന്ന് പറയുന്നതേ ഇല്ല, അവിടെ വെട്ടില്ല നമ്മൾ. ബി പറയുന്നു ഓൺലി 1 മാത്രമാണ് ശരി, അതൊരിക്കലും അല്ല, കാരണം അത് 1 തെറ്റാണ്. ഇനി സി പറയുന്നു എല്ലാം ശരിയാണെന്ന്, അതും ഒരിക്കലും വരില്ല. കാര്യം എന്താ? 1 തെറ്റാണെന്ന് മനസ്സിലായില്ലേ? ഇനി അവയർനെസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ പ്രോസസ് ഓഫ് ചേഞ്ച് ഇൻ ഹ്യൂമൻ ബിഹേവിയർ അക്കോർഡിംഗ് ടു സോഷ്യോളജിസ്റ്റ്. അവയർനെസ് ആണ് ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ പ്രോസസ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നു. അവയർനെസ് നമുക്ക് സംശയമുള്ളതുകൊണ്ട് നിർത്തുന്നു. മോട്ടിവേഷൻ ആണോ ഒക്കെ സംശയമുണ്ട്, അവിടെ നിൽക്കുന്നു കേട്ടെ. അതുപോലെ 3 നോക്കാം. വിത്തൗട്ട് മോട്ടിവേഷൻ അവയർനെസ് ഹാസ് നോ വാല്യൂ ഇൻ ചേഞ്ചിങ് ഹെൽത്ത് ബിഹേവിയർ. മോട്ടിവേഷൻ ഇല്ലാതെ അവയർനെസ്സിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ 3 ശരിയാണെന്ന് നമുക്ക് ബോധ്യമായി. 3 ശരിയാണെന്ന് ബോധ്യമായി. അപ്പോൾ നൺ ഓഫ് ദ എബവ് അല്ലേ, ഒന്നും ശരിയല്ല എന്നാണ് ഡി പറയുന്നത്. അതിൻ്റെ അർത്ഥം 2ഉം 3ഉം ശരിയായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ ഡി പറയുന്നത് ഒന്നും ശരിയല്ല. അപ്പോൾ ശരിയായ ഒരെണ്ണം കിട്ടിയില്ലേ? അപ്പോൾ വെട്ടിക്കളഞ്ഞൂടെ? സിമ്പിളായിട്ട് ഉത്തരത്തിലെത്തി. ഉത്തരം എ ആണ്. ഇവിടെ സംശയം വന്നെങ്കിൽ പോലും നമ്മൾ ഉത്തരത്തിലെത്തി. കണ്ടില്ലേ? അപ്പോൾ മക്കളെ, ഇതുപോലെയാണ് ചോദ്യങ്ങൾ വരിക. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ മനസ്സിലാക്കി അത് എലിമിനേഷൻ ടെക്നിക്ക് അതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. സഹകാരിയുടെ പിള്ളേർക്ക് 2ഓ 3ഓ മാർക്ക് കൂടുതൽ വാങ്ങിത്തരാൻ ഈ ടെക്നിക്കിന് പറ്റും. എല്ലാവരും മുന്നോട്ട് വരും. ഉറപ്പായിട്ടും നമുക്ക് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറായി മാറാനും ഒരുപക്ഷെ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സല്യൂട്ട് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആശംസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസകൾ നേരുകയാണ്. താങ്ക് യു ആൾ വൺസ് അഗൈൻ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.